അളിയ, ഇദ്ദേഹത്തിന്റെ സ്ഥിതി എങ്ങനെയാ? ഉള്ള പോലെ പറയണം. ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു വരാൻ തികയോ? 5 റുപ്പീസാണ് കയ്യിലുള്ളത്. ഇന്നത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. നാളെ ഒരു ലിറ്റർ അടിക്കാം. വഴിയിലിട്ട് തള്ളിക്കല്ലേ മച്ചമ്പി. ഈ ഗതി ആയോടാ സ്വാമിക്കുഴന്റെ? ട്രെയിനിങ്ങിന് വിളിക്കാൻ ഇനിയും താമസിച്ചാ നിന്നെ ഈ കണക്കിൽ ചങ്ങലൊക്കെ ഉണ്ട് വരുമല്ലോ. ഊരാതെ വേട്ടാ. വാ, ഒരു കൈ സഹായിക്ക്. ഓക്കെ മാൻ. എന്താ എന്തോ നോക്കണം നിനക്ക്? പോവാ. എടാ എന്തോ നാടാ അവിടെ? എടാ നിന്നോടാ ചോദിച്ചത്. ഞാൻ ഈ കർക്കിടകത്തിനെ വലിച്ചൂരി കടലിലെറിയാൻ പറ്റുമോ നോക്കുകയായിരുന്നു. നല്ല കാര്യം, ഊരിക്കള. നിന്റെയൊക്കെ തണ്ടമാരും എന്നെ ഊരി കുറെ ഉണ്ടാക്കി. തന്തയ്ക്ക് പറയരുത്. പറഞ്ഞാ നീ എന്തോ ചെയ്യും? ഒരു തൊഴി വെച്ച് തന്നാൽ എങ്ങനെ ഇഷ്ടം അറിയാം? അറിയാം, ഉളുക്കും. എന്നെയും കുഴമ്മിട്ട് എന്റെ മതം വരും. തേങ്ങാ വിറ്റ് കിട്ടുന്ന കാശ് മുഴുവൻ ഈ മേളിലോട്ട് കെട്ടിപ്പൊക്കുന്ന എന്തിനാ? താഴെയോ ആളില്ല. എന്റെ അമ്മാവാ, സീസണായി. ഇക്കൊല്ലെങ്കിലും കുറച്ച് മദാമുമാരെ സായിപ്പുമാരെ നമ്മുടെ ഹോട്ടലിൽ വിളിച്ചു കയറ്റി കൊന്ന് കൈ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം ഇക്കാലത്തെ ധർണ പോലാകും. ഒരെത്തും പിടിയും കിട്ടുകയല്ല, അത് എണ്ടി പോവും. എന്റെ മുമ്പോട്ടുള്ള ജീവിതം എനിക്കൊരു പ്രശ്നമല്ലടാ. അതറിയാം, ചീട്ട് കീറാനുള്ള സമയമായല്ലോ. എന്തുവാടാ പറഞ്ഞത്? അവനൊന്നും പറഞ്ഞില്ല. ഞാൻ കേട്ടടാ. കേൾക്കാനല്ല ഞാൻ പറഞ്ഞത്. വയറ് കായുമ്പോ നീ ഇങ്ങ് വരും. നിന്നെ ഞാൻ ഇന്ന് ഊട്ടിയേക്കാമടാ. വാകീറിയ ദൈവം അതിനുള്ള വഴിയും കാണിച്ചു തരും. ഇനി എങ്ങനെ കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ വരാം ജപ്പാൻ ദൈവത്തിന്റെ അടുത്ത് ഞണ്ണാൻ.
എടാ എന്നോടാ പറഞ്ഞേ സെവന്തിന് ജനറൽ ബോഡി, എയ്ത്തിന് ലോക്കൽ ബോഡി. എടാ മോനെ നിന്നോടാ ഞാൻ പറഞ്ഞത് വല്ലതും കഴിച്ചേച്ച് പോകാം. വേണ്ട ഞങ്ങൾ പുറത്തുനിന്ന് വല്ലതും കഴിച്ചോളാം. 9:30 മിനിസ്റ്റർ കാണാനുള്ളതാ. പുറത്തുനിന്ന് വല്ലതും കഴിക്കാം അല്ലേ? അച്ഛാ, ചീഫ് മിനിസ്റ്റർ വിളിക്കുകയാണെങ്കിൽ ഞാൻ പുറപ്പെട്ടിട്ടുണ്ട്. സെക്രട്ടറി വെച്ച് കാണാമെന്ന് പറഞ്ഞേക്കോ. റൈറ്റ്? സെവന്തിന് ജനറൽ ബോഡിയുടെ മിനിറ്റ്സ് അപ്രൂവൽ ചെയ്തതിനു ശേഷം മാത്രം. എന്താടാ അസൂയ തോന്നുന്നുണ്ടോ അവന്റെ പോക്ക് കണ്ടിട്ട്? അവന്റെ പോക്കല്ല, ആ പുറകെ പോണവരുടെ പോക്ക. ഇന്ന് അവരുടെ 200-250 രൂപ പോക്ക. അവൻ ഒരു MLA ആവും. എടാ സ്വാമിക്കുഴന്തേ, ഓ, ഈ പോലീസ് ഉദ്യോഗം ഒന്നും നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല. 5 കൊല്ലം NCC-യിൽ ആഞ്ഞ് ചവിട്ടിയത് എന്റെ ദേവേട്ട. ഐ വാസ് എ സീനിയർ അണ്ടർ ഓഫീസർ. യു നോ ദാറ്റ് മാൻ. അന്നേ എന്റെ ഉദ്ദേശം അധികാരത്തിന്റെ കാക്കിത്തൊപ്പി. സബ് ഇൻസ്പെക്ടർ രാമസ്വാമി, ജീപ്പിന്റെ മുമ്പിൽ ഇടതുകാൽ വെളിയിലിട്ടുള്ള ഇരിപ്പ്. ജനം സബ് ഇൻസ്പെക്ടർ രാമസ്വാമിയെ കണ്ട് പേടിച്ചൊഴിഞ്ഞു മാറുന്നു. ഫാന്റാസ്റ്റിക്. അതിന് നിന്റെ ഈ സാവധാനം വിശ്രാമൊന്നും വേണ്ട. അടിനാവിക്ക് തൊഴിക്കാൻ അറിയണം. ആ പട്ടി ഏ? ആ പട്ടി ചേർത്ത് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ അറിയണം. മിനിമം ഒരു മീശയെങ്കിലും പിഴാൻ അറിയണം. നമ്മുടെ ഹെഡ് ഗോവിന്ദൻ പറയുന്ന മാതിരി ഇടിക്കുമ്പോ ഉടനെ പാടി വീഴാൻ പാടില്ല. ലാപ്പറം നോക്കി 2 പൊത്ത്. എന്റെ അമ്മയുടെ സാരി അത്. വേണിയമ്മാളിങ് എത്തിക്കഴിഞ്ഞാൽ എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഈ സാരി ഉടുപ്പിച്ച് ഞാൻ അവളെ ശകുനം നിർത്തും. ഞങ്ങളുടെ ഐശ്വര്യ ഈ സാരിയെ ദേവട്ട. നിന്റെ അമ്മാളിങ് എത്തിയില്ലല്ലോ. ഇപ്പൊ ഞാനും അത് തന്നെ ആലോചിക്കായിരുന്നു. ഹോസ്റ്റൽ അടച്ചിട്ട് 4-5 ദിവസമായി. അവള് കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല സർക്കിളിലുള്ള സകല ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി. ഇന്ന് എത്തും എന്തായാലും. റവേ, നീ എന്നെ ഒന്ന് വൃത്തിയായിട്ട് പരിചയപ്പെടുത്തേക്കണം. പിന്നെ ഞാനൊരു പാവം നോൺ വെജിറ്റേറിയൻ ആണെന്നും ഉം. രുക്മിണി എന്ന ഭാര്യയെ നഷ്ടപ്പെട്ടവരാണെന്നും രാത്രിയിൽ ഉറക്കം വരാൻ വേണ്ടി 1-2 സ്മാൾ അടിക്കുന്നവനാണെന്നും ഓക്കേ. ഇതിനെല്ലാം ഉപരി ഒരു പേയിങ് ഗസ്റ്റ് ആണെന്നും ദാ ഇവിടെ, ഏ? ഓസല്ലാന്ന് അവളെ ധരിപ്പിച്ചിരിക്കണം. അത് വേണോ? അത് നമ്മൾ തമ്മിൽ മാത്രം അറിഞ്ഞാ പോരെ? പോരാ, ഒരണ്ണൻ എന്ന നിലയിൽ എന്റെ വെയിറ്റ് കുറയണ്ടെന്ന് കരുതിയ. അണ്ണൻ ഇച്ചിരി വെയിറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല. ദേവൻ നായർ സിംഗപ്പൂർ ഇത്തിരി വെയിറ്റ് ഇട്ട് തന്നെ അമ്മാള് കാണണം. നോക്കിക്കോ, 2 ഡേയ്സിനുള്ളിൽ അവള് ദേവേട്ടന്റെ ഒരു കക്ഷിയായി മാറും. വേണി കൃഷ്ണമൂർത്തി, BSc ഹോം സയൻസ്. ഗ്ലാസ് ടോസ്റ്റ് വേണേ സമ്മതിക്കാം, പെരിസ്ട്രോയ്ക്ക് സമ്മതിക്കാൻ പറ്റില്ല. നമുക്ക് ഓട്ടോയിൽ പോകാം. ആട്ടോയോ? എന്താ കാണത്തെന്തെങ്കിലും പോകണമെന്ന് വിചാരിച്ചോ? ആട്ടോയിലെങ്കിൽ ആട്ടി പോകുമ്പോഴത്തേക്ക് മിനിസ്റ്റർ ഊട്ടിയിലെത്തിയിരിക്കും. ഹിരോഷ നേതാവ് എങ്ങോട്ടാ രാവിലെ പരിവാരങ്ങളുമായിട്ട്? ഗോൾ അടിച്ചല്ലോ. മന്ത്രിയെ കാണുമ്പോ എന്റെ കാര്യം കൂടെ ഒന്ന് മുഴുകിയേക്കണേ. ഇപ്പൊ തന്നെ ലേറ്റായി. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നിന്നെ ആരെങ്കിലും കൈകാര്യം ചെയ്യും. അസംബ്ലിയിൽ ആന കയറിയത് പോലെ ആയി പോകും നിന്റെ ജീവിതം. ഹായ് ഹായ് ഫിഫി ഡാർലിംഗ്. ഹായ് സുധു ഡാർലിംഗ്. നാളെ ഫിഫിയുടെ ബർത്ത്ഡേ ആണ്. നീ വൈകിട്ട് വീട്ടിലെത്തണം. ആ ബേക്കറി സാധനങ്ങളോ ചിക്കൻ പോർക്കലൈനോ ഡാർലിംഗ്? മെനു അറിഞ്ഞാലേ വരത്തുള്ളൂ ഡാർലിംഗ്. ഒരു ആകാംക്ഷ ഉണ്ട് ചോദിച്ചതാ. എടാ നീ ഫ്രെഡിയെ കണ്ടോ? ജെട്ടിയും ബെന്നിയും വിട്ട് അപായ പലകയുടെ താഴെ ഇരിപ്പുണ്ട് ഫ്രെഡി ഡാർലിംഗ്. ഞാൻ വൈകിട്ട് വീട്ടിലോട്ട് വരും. ഞങ്ങൾ അവിടെ കാണത്തില്ല. അയ്യോ, ആ കാണണമെന്നില്ല. ഞാൻ ഡാഡി പട്ടാളത്തിന് വളച്ച് 2 സ്മോൾ അടിച്ച് തിരിച്ചങ്ങ് വീട്ടിൽ പൊക്കോളാം. ഓക്കേ, വരേ. റെഡി? തിരയുന്ന ഞാനോടാ ലൈഫ് കാർഡ്. ശരിക്കും അത് തന്നെ ടിറ്റോ. ഇവിടെ ഇങ്ങനെ വായി നോക്കി നിൽക്കണം. പിന്നെ നാളെ രാവിലെ വീട്ടിലെത്തണം ഇവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. ഞാനില്ല. അതെന്താ ഞാനില്ലാത്തത്? ഈ കടപ്പുറം വിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ ഒരു നല്ല ഷർട്ടില്ല. പിന്നല്ലേ നിങ്ങളുടെ ആഷ് പുഷ് പാർട്ടിക്ക് വരുന്നത്? നിന്റെ ഈ വളിച്ച കോംപ്ലക്സ് വേടാ. സഹിക്കാൻ വയ്യാതായിട്ടുണ്ട് ലൈഫ് കോഡേ. സത്യം എങ്ങനെ കോംപ്ലക്സ് ആകുന്നത്? നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല. ഓടിച്ചു നടക്കാൻ മോട്ടോർ സൈക്കിള്, മാറി മാറി ഇടാൻ നല്ല ഡ്രസ്സുകള്, ഡൈനിങ് ടേബിൾ നിങ്ങളെ കാത്തിരിക്കുന്ന നല്ല ശാപ്പാട്, ജീവനാംശം കിട്ടിയ മമ്മി ഡാഡി ജാട. എന്താ 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 ഇവിടെ ഒരു പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. ഈ ലോകത്തിലൊരു പ്രശ്നമുണ്ട്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ പോട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്, മുറ്റത്തെ കിണറിന് അടപ്പില്ല. മുറ്റത്തെ കിണറിന് അടപ്പില്ല, അത്ര തന്നെ. ഒന്ന് പോവുക. നാളെ രാവിലെ വീട്ടിൽ വരണം. ബൈ. നാളെ എന്താ അവിടെ പ്രത്യേക വല്ല പ്രശ്നമുണ്ടോ? ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നം. അതിൽ നീ ഇടപെടണ്ട. അത് പടത്തോ നമ്മൾ ഏൽപ്പിച്ചിരിക്കുക. നീ ഇതാ ഇവറ്റകൾ ഉപ്പുവെള്ളം കുടിക്കാതെ സൂക്ഷിച്ചോണം. എന്നെ കൊണ്ടാവില്ലാന്ന് എനിക്കറിയാം. പിന്നെ നേരത്തെ ഉപ്പ് തിന്നുവനാണെങ്കിൽ വെള്ളം കുടിച്ചിരിക്കും. അല്ലാ അല്ലല്ലാ അല്ലാ.
ഗുഡ് നൈറ്റ് മിസ് ആനന്ദ്. ബൈ. ഗുഡ് നൈറ്റും ബൈ ബൈ. ഹലോ മാഡം, ജസ്റ്റ് എ മോമെന്റ്. അങ്ങനെ അങ്ങ് പോയാലോ? ഐ ആം മേജർ ഫ്രാൻസിസ്, പരേതനായ മുടന്തം പട്ടാളക്കാരൻ. സപ്പോസ് ടു ബി യുവർ ഹസ്ബൻഡ്. പരിചയപ്പെടുത്തൽ നീട്ടണമെന്നില്ല. എന്തോ എങ്ങനെ ഇരുന്നു ഈവനിങ് ഗെറ്റ് ടുഗദർ? വല്ലാതെ വേർതിരിക്കുന്നല്ലോ. ഡാൻസ് ചെയ്ത് കാണും. തോളോട് തോളുരുമ്മി, മെയ്യോട് മെയ്യുരുമ്മി. കൂടെ ഡാൻസ് ചെയ്തവൻ കൈവെള്ള ചൊറിഞ്ഞോ? ചൊറിഞ്ഞെങ്കിൽ പറ, ബാക്കി ഞാൻ പറഞ്ഞുതരാം. ചീപ്പോ എന്താണ് ഈ പറഞ്ഞത്? രാത്രി മുഴുവൻ പാർട്ടി എന്ന് പറഞ്ഞ് കണ്ടവരോടെ കറങ്ങി നടന്നിട്ട് വെള്ളക്കൊടി കാണിച്ചാൽ വെടിവെക്കാൻ പാടില്ല. എനിക്കറിയാമടാ, പട്ടാളക്കാരനായ എന്നെ നിന്നെ പോലൊരു ഡൂക്കിൽ സിവിലെ എത്തിക്സ് പഠിപ്പിക്കണ്ട. എന്നെ വെള്ളക്കൊടി കാണിച്ചിട്ട് നീയൊക്കെ എന്നെ വെടിവെച്ചോണ്ടിരിക്കല്ലോടാ. മരിച്ചവനെ വെടിവെച്ചിട്ട് എന്താ കാര്യം? ഉണ്ട കളയാവുന്നല്ലാതെ. അല്ലേ മോളെ? അങ്ങോട്ടടി. ആകാം ആകാം. ആ വരട്ടെ വരട്ടെ. നിനക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടോ? എന്തോന്ന് സ്റ്റോൺ? മൂത്രത്തിൽ കല്ലുണ്ടോന്ന്? ഞാൻ അരിച്ചു നോക്കിയിട്ടില്ല. അല്ല പിന്നെ എന്നെ കൊണ്ട് പറ്റൂല. അടുക്കളയിലൂടെ ഒറ്റക്കാണ്. അണ്ണാ, നമുക്കിവിടെ ഒരു സർവനെ നിർത്തണം. നോ. എനിക്ക് രസം ഉണ്ടാക്കാനേ അറിയൂ. മതി, ഓരോന്നോരോന്നായിട്ട് പഠിക്കണം. ഞാൻ ട്രെയിനിങ്ങിന് പോകുമ്പോ നിന്നെ മധുരയിലെ സീതമാമിയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും വേണിയമ്മാൾ ഒരു രസൽ അമ്മിയാര് കുക്കായിട്ട് മാറിയിരിക്കണം. വേണിയുടെ ഇഡ്ഡലി സാമ്പാർ, തൈര് വട, രസവട, പൊരിയൽ, പൂരി മസാല, വെങ്കായ ഉത്തപ്പം, തൈര്. ഇത്രയും ആയാൽ ഞാൻ ഈ മാംസപീഡനം, അതായത് നോൺ, അങ്ങനെ നിർത്തിയേക്കാം. അയ്യടാ, ഇവിടെ പോറ്റി ഹോട്ടൽ തുടങ്ങാൻ പോണോ സാറന്മാര്? നോ, നിന്നെ എനിക്ക് കെട്ടിച്ചു വിടണം. അതിനു മുമ്പ് ഒരു നല്ല അമ്മാളാക്കി എടുക്കണമല്ലോ. അതെ, അന്ത കാഞ്ചീപുരം ചേല ചുറ്റി. അറിയാവുന്ന പാട്ടുമല്ലോ പാടേ. ഒരയ്യേ സ്വാമിയെ ഞാൻ നോട്ടമിട്ടിട്ടുണ്ട്. അയ്യേ ചാമി. കല്യാണ സമയൽ സാദം, കായ്കറികളും പ്രമാദം, അന്ത കൗരവർ പ്രസാദം, ഇതുവേ നമുക്ക് ബോധം. വല്ലഭൻ വല്ലഭായി. അത്ര കടുപ്പിക്കാതെ. വല്ലവന്റെയും ഭായി എന്നാണ് സർ. ഞങ്ങളുടെ രണ്ടുപേരുടെ അമ്മ ഒന്നാണെങ്കിലും അച്ഛൻ ഒന്നാണ്. ആ ഒറ്റ കാരണം കൊണ്ട് ഇയാൾ എന്റെ ഭായി അല്ല. മേജർ ജപ്പാനിൽ ഈ പോയി വിഷയം തൊട്ടാൻ അനുവദിക്കരുത്, വധമാണ്. ഏത് കസേരയിലും കയറി അങ്ങ് ഞെളി. അങ്ങനെ ഒരു അസുഖമുണ്ട് സർ. ഒരു സ്മാൾ കഴിക്കാൻ. ജപ്പാനിലെ നാഷണൽ ദേവേട്ടന് സ്മോളോ ലാർജോ? ഒരു സ്മാൾ. അല്ല, ഇതൊന്നും ഇവിടെ വിളമ്പാനുള്ളതല്ല. ഇതൊക്കെ പാക്കാക്കി കൊണ്ടുപോകാം. ഞങ്ങൾ സൗകര്യം പോലെ ചെയ്തോളാം. സമയമാകുമ്പോ വിളിക്കും. ആ പലഹാരത്തിന്റെ ഉദ്ഘാടനം എപ്പോഴാണ്? സ്ഥലം കലയ്ക്ക്. അല്ലെ നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞാൻ വന്ന്. ഞാൻ എനിക്ക് തോന്നുമ്പോ വരും പോവും. ആ, ഇങ്ങനെ ഒന്നും ഇവിടെ നടക്കണ്ടില്ലേ? ഇതെന്താ മരുഭൂമിയാ ലൈലാമജിന് കളിക്കാൻ? വല്ല ബസ് സ്റ്റാൻഡിലോ റോട്ടിലോ പോയിട്ട് പോരത് ആളെ കൊണ്ട് പറയിപ്പിക്കാൻ. നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യൂ. അത് ഇറക്കല്ല. ഒരു സ്ഥലത്ത് വേഗം പോയിക്കോളാൻ, ഒരു സ്ഥലത്ത് കുറച്ച് വെയിറ്റ് ചെയ്യാൻ. രണ്ടും കൂടി ഒരാൾക്ക് പറ്റൂല. പറ്റണോല് പറ്റണത് നടത്തിക്കോളി. പൊട്ടിപ്പോയി. എടി, ഞാൻ ആരാന്നാ നീ വിചാരിച്ചേ? നോക്കി, ഇതെല്ലാം എനിക്ക് വന്ന ലവ് ലെറ്റേഴ്സാ. നിനക്കെന്തിനാ എന്റെ ലവ് ലെറ്റേഴ്സ്? വെറുതെ ഒന്ന് കാണാൻ. ഇത് രണ്ടും ഒരേ കൈയക്ഷരാണല്ലോ. ഒരാള് തന്നെ എഴുതിയ പിന്നെ ഒരു പോലല്ലേ ഇരിക്കൂ. ആരാണ്? പെട്ടിമോള് തന്നെ സാഹസിനെ വെട്ടാനുള്ള ഒരടവാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡിൻ 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 ഓരോന്നായിട്ട് കൊടുക്കും. അയ്യോ, സാഹസിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ദാ, ഒന്ന് രണ്ടെണ്ണം കൈ വെച്ചോ. വേണ്ട, ആവശ്യമുള്ളപ്പോ പറഞ്ഞാ മതി. നല്ല മണി പോലെ എഴുതരാം. താഴെ പോ.
സ്വാമിക്ക് നോൺ വെജിറ്റേറിയൻ എതിർപ്പൊന്നുമില്ലല്ലോ. ഹേയ്. അച്ഛനും അമ്മയും ബ്രാഹ്മണരായിരുന്നെങ്കിലും ഞങ്ങളെ വളർത്തിയത് സ്നേഹനിധിയായ ഒരു നോൺ വെജിറ്റേറിയൻ അല്ലേ ആന്റി. ദേഹിയുടെ കുക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? രസം വെച്ച് കളിക്കുക അവള്. ആന്റിയുടെ നേതൃത്വത്തില് നമുക്ക് അവളെ ഒന്ന് ശരിയാക്കി എടുക്കണ്ടേ? ഓ ഓ ദാ വന്താച്ചി. ഹാപ്പി ബർത്ത്ഡേ. ഐ ലവ് യു. ചളവാക്കാതെ കുറെ കൂടെ ഡിഗ്നിഫൈഡ് ആയിട്ട് ബിഹേവ് ചെയ്യും. Okay, check a nice man. Nice, Andy. Oh, thank you. Hi, Fifi, darling. Cut the cake. ഹാപ്പി ബർത്ത്ഡേ പിപ്പി. ഞാൻ ഈ കേക്ക് മുറിക്കത്തില്ല. എന്ത് പറ്റി ഫിഫി? അച്ഛനോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഫിലോമിന ഫ്രാൻസിസ് എന്നെ എഴുതണമെന്ന്. ദൈവമാരി മറ്റേ വർത്താനം പറയരുത്. 50 രൂപയ്ക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. അയ്യോ ഭയങ്കര നീളമാ ഫിലോമിന ഫ്രാൻസിസ്. അതിന് വലിയ കേക്ക് വേണ്ടി വരും ഡാർലിംഗ്. എന്നാ തന്നെത്താൻ തിന്നണ്ടാ മതി ഡാർലിംഗ്. ഓക്കെ. 50 രൂപയെ കൊടുത്തുള്ളന്ന് 350 രൂപയുടെ കുപ്പി വാങ്ങി നിർത്തിയിട്ടുണ്ടല്ലോ. ഞാൻ മുറിക്കത്തില്ല മുറിക്കത്തില്ല മുറിക്കത്തില്ല. പോലെ അയ്യോ ഫിഫി 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 ഫിഫി. Fifi, Fifi, lovely. റീത്ത എന്തിയടാ? ആ ആയോ? ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ പോയത്? അല്ല, അവൾ ഇരോഷന്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കും. അമ്മ അങ്ങനല്ലേ പറഞ്ഞത്? തൊലി പൊളിയും കണ്ടോണ്ടിരുന്ന ഞാനൊരു 10 രൂപ ഡെയിലി വേജസ്കാരൻ. അവര് പിള്ളസാന്റെ മോൻ ഹിറോഷൻ നേതാവിന്റെ കാമുകി. അമ്മയല്ലേ ഇല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. എവിടെ വരെ പോകും നമുക്ക് കണ്ടറിയാം. നാടെ ആ തെങ്ങിന്റെ മൂട്ട് ഇരിപ്പുണ്ട് രണ്ടുപേരും കൂടെ. അവൾക്ക് എന്ത് പറ്റിയാലും ഞാൻ സഹിച്ചു. ഇയാളുടെ കാര്യം നോക്കിയാ മതി. നാടോടുമ്പോ നടുവേ ഓടണം. അത് മഹാമണ്ഡത്തരാണ്. അത് പണ്ടത്തെ ഒരു പഴഞ്ചൊല്ല്. ഇന്നങ്ങനെ ഓടിയാലേ ട്രാഫിക്കിൽ എത്തുമ്പോ അവിടുന്ന് ഓട്ടോറിക്ഷ, ഇവിടുന്ന് മിൽമ വണ്ടി, ബാക്കിൽ നിന്ന് മത്തി ലോറി എല്ലാം കൂടി കേറി കഴിയുമ്പോ ക്ലീൻ ചതഞ്ഞരഞ്ഞ് മരിച്ചിരിക്കും. നിങ്ങൾ അതും ഇതും പറയാതെ ഇപ്പൊ ഈ ഹോട്ടലിന് എന്ത് പരിഷ്കാരം ചെയ്യാൻ പറ്റുമോ അത് പറ. അമ്മാവാ, ഇവിടെ വരുന്ന സായിപ്പന്മാർക്ക് നമ്മുടെ നാടൻ സാധനങ്ങളായ ഇടിയപ്പം, മുട്ടക്കറി, പുട്ട്, കടല, കപ്പ, മീൻകറി, കഞ്ഞിയും പുഴുക്കും അത് പ്ലേറ്റിൽ കൊടുക്കരുത്, ഇലയിൽ കൊടുക്കണം. പച്ച ചേമ്പലയിൽ കൊടുക്കണം, വാട്ടിയ വാഴയിലേക്ക് കൊടുക്കണം. പച്ച ചേമ്പിലേക്ക് കൊടുക്കണം, വാട്ടിയ വാഴയിലേക്ക് കൊടുക്കണം. എന്നിട്ടൊരു പാളത്തൊപ്പിയും തൂമ്പയും കൂടെ സായിപ്പന്മാരുടെ കൈ കൊടുത്താ സായിപ്പ് മദാമയും കൂടി ഇവിടുത്തെ മിച്ചഭൂമി മുഴുവൻ കിളച്ചിട്ടേച്ച് അവർ അടുത്ത പ്ലെയിനിൽ കയറി അങ്ങ് പോവും. ഒന്ന് പോണം ബ്രദർ. അമ്മാവാ, ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടം ഗോവൻ ഭക്ഷണമാണ്. ഗോവൻ ദഹി വാല, ഗോവൻ ഗർച്ച പുഡിംഗ്, ചിറാപ്പുഞ്ചി ഫിഷ് മോളി. ഒരസൽ ഗോവൻ കുക്കിനെ എനിക്കറിയാം, മിസ്റ്റർ ഫെലിക്സ് സ്റ്റാനിസ്ലാവസ് ലാബ്രഡോർ. അവന്മാർക്ക് എന്ത് കൊടുക്കണമടാ? അവന്മാരല്ല അമ്മാവാ, ഒരാളാ. സമ്മതിച്ചോ? ഓഹോ, സമ്മതിച്ചോ? അമ്മാവന് സമ്മതിച്ചാൽ ഈ ഹോട്ടൽ പ്രസ്ഥാനമായുള്ള സകല ബന്ധങ്ങളും ഏർപ്പെടുത്തി ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. വേണ്ട ബ്രദർ, അങ്ങോട്ട് മാറിയിരുന്ന് 10 കുഴിയും കുഴിച്ച് ചേമ്പലയും വാഴയിലയും ഇട്ട് അതി കഞ്ഞിയും പുഴുക്കും കോരി ഒഴിച്ച് കുഴിയുടെ അരുവി ഇരുന്നു സായപ്പന്മാര് വന്ന് കോരി കുടിച്ചേച്ച് കാണിക്കേട്ടേച്ച് പോവും. ബിസിനസ് ഐഡിയ. എന്റെ മോൾ റീത്ത എവിടെ ഉണ്ടോ? റീത്ത എവിടെ വന്നാ ഇരിക്കുന്നത്? ജഗതു പിള്ളയുടെ മകൻ ഹിരോഷനുമായിട്ടാ അവള് പോയത്. എന്റെ മോന്റെ കൂടെ ഒന്നുമല്ല, അവന്റെ പുറകെ പോയി കാണും. എന്റെ മോക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അവൻ വന്ന് എന്റെ കാല് പിടിച്ചിട്ടാ ഞാൻ കൂടെ അയച്ചത്. ആരെങ്കിലും വന്ന് നിങ്ങളുടെ കാല് പിടിച്ചാൽ മകളെ അവന്റെ കൂടെ വിടുവോ? അനാവശ്യം പറയേ. എന്താ അമ്മായി ഇത്? അമ്മായി അകത്തോട്ട് പോയേ. ടീച്ചർക്ക് എന്താ വേണ്ടത്? എന്താ അമ്മയുടെ പ്രശ്നം? റീത്ത എവിടെ? ഇപ്പൊ പോയില്ലേ? നീ അങ്ങോട്ട് വന്നേരെ. നീ എവിടെ പോയിരുന്നടാ? സെക്രട്ടറി റീത്ത് സമർപ്പിക്കാൻ. അപ്പോളേ സംഗതി അങ്കിൾ, എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? ആ മോളെ, താൻ എന്നെ അങ്കിളെന്ന് വിളിക്കുമ്പോ ഒരു 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 വല്ലാത്ത അകൽച്ച പോലെ. എന്നാ അണ്ണൻ വിളിക്കുന്ന പോലെ ദേവേട്ടാന്ന് വിളിക്കാം. ആ, എനിക്കും അതാ ഇഷ്ടം. അമ്മാളെ, എന്റെ രുക്മിണി എന്നെ വിളിച്ചിരുന്നത് അങ്ങനെ. ഈ പാപനാശിനി കടലമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന എന്റെ രുക്മിണി എല്ലാ ഉദയങ്ങളിലും ദേവേട്ട എന്ന് വിളിച്ചാണ് എന്നെ ഉണർത്താറുള്ളത്. എന്നും രാത്രി ഞാൻ അവളോട് സംസാരിക്കും. അമ്മാള് വന്ന കാര്യമൊക്കെ അറിഞ്ഞിരിക്കുന്നു.
അമ്മയുടെ നാമജപം കേൾക്കാനാ സിംഗപ്പൂരിൽ നിന്നെല്ലാം വലിച്ചെറിഞ്ഞ് ചെങ്ങന്നൂരുള്ള വീട്ടിലെത്തിയത്. കിണറ്റ് വെള്ളത്തിൽ കുളിച്ച് രാസനാദിപ്പൊടിയും തലയെ തിരുമ്മി നാട് കാണാൻ ഇറങ്ങിയപ്പോ ശകുനം വന്ന പെൺകുട്ടി. ചേട്ടിത്തുണി കൊണ്ടുള്ള പാവാടയും ബ്ലൗസും. വെട്ടുകല്ല് പാകി അവരുടെ വീട്ടുമുറ്റത്ത് വെടിച്ചു കീറിയ നാലുകെട്ടിനെ സാക്ഷി നിർത്തി കശവു സാരി ഉടുപ്പിച്ച് ഞാൻ അവളെ എന്നെ രുക്മിണിയാക്കി. എന്റെ അമ്മാളെ, 8-10 ദിവസം ഈ ബന്ധുവീട്ടിലെ സൽക്കാരമുണ്ടല്ലോ, അറിഞ്ഞോളും. ഈ അടപ്രഥമനും ശർക്കര പായസവും ചക്കപ്പായസവും കുടിച്ചും അടുത്തപ്പോ അല്പ പരിഷ്കാര പായസം കുടിക്കാൻ ഞാനും രുക്മിണിയും കൂടെ എത്തിയതാ ഈ കടപ്പുറത്ത്. ഫോട്ടോ എടുപ്പും കടലിലെ കുളിയും ചില്ലറ ബിയറടിയും അതിലവളുടെ പിണക്കവും, അങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് കളിച്ചും ചിരിച്ചും കുളിച്ചും അവളങ്ങ് പോയി. പാപനാശിനി അമ്മ അവളെ അങ്ങ് കൊണ്ടുപോയി. ശരീരം പോലും കിട്ടില്ല. അതുകൊണ്ട് അവള് മരിച്ചിട്ടില്ല എന്ന് കരുതി ഞാൻ ഇവിടെ അങ്ങ് കഴിയുക. ഇതാ എനിക്ക് പിടിക്കാത്തത്. അമ്മാളെ, നഷ്ടപ്പെട്ട ഒന്നും കരഞ്ഞാ തിരിച്ചു കിട്ടത്തില്ല. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതി ജീവിതം ജീവിച്ചെങ്കിലും തീർക്കുക, അത്രേ ഉള്ളൂ. താൻ ചെല്ലേ, ഞാൻ കുറച്ചു നേരം കൂടെ അവളോട് സംസാരിക്കട്ടെ. ശരി. मम पिताः मम पिताः कृष्णमूर्ति नामः कृष्णमूर्ति नामः श्राद्धः श्राद्धः मम माताः मम माताः शारदाम्बाൾ नामः शारदाम्बाൾ नामः श्राद्धः. श्राद्धः. ഇനി അച്ഛനെ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പിണ്ണച്ചോറ് അങ്ങോട്ട് കൊണ്ടുവച്ചാട്ടെ. അണ്ണ, അപ്പ, അമ്മ. അപ്പ അമ്മ, മോക്ക് നല്ല ഉടുപ്പ്, അണ്ണന് നല്ല ഉടുപ്പ്, കഴുത്തിലെ മാല, കാതിലെ കമ്മല്, കപ്പലണ്ടി, മുട്ടായി എല്ലാം കൊണ്ടുവരാൻ ദൈവത്തിന്റെ അടുത്ത് പോയിരിക്കുക. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ഇനി ഇതാ നമ്മുടെ വീട്. കരയില്ലേ? അപ്പാവും അമ്മാവും നേരെ ഇങ്ങോട്ടാ വരിക. മോള് കരയില്ലേ? എന്താ മോളെ? அந்த காஞ்சிபுரம் சேல சுற்றி ഉറങ്ങ. ഫിലിക്സ് സ്റ്റാനിസ്ലാവോസ് ലാബ്രഡോർ ബൈ ഫ്രം ഗോവ. परंतु एक मलयाली आखी नारी है. എന്താ സംശയം തോന്നുന്നുണ്ടോ ആകെ നാരി? ഇല്ലാതില്ല ആകെ നാരി. ഐ എം സബ് ഇൻസ്പെക്ടർ രാമസ്വാമി. ഈ ടെലഗ്രാം കിട്ടിയിട്ട് വന്നതാ. സീരിയസ് സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. കർക്കടക ടൂറിസ്റ്റ് ഹോം, ഇന്റർവ്യൂ, ഗോവൻ കുക്ക്, സ്വതന്ത്രൻ. അതേന്നേ. ഇങ്ങോട്ട് മാറിയടാ. അങ്ങനെ ഇങ്ങോട്ട് മാറിയിക്കാൻ. താൻ ഗോവയിലായിരുന്നോ? ആ, ഗോവയിലെവിടെ? ഗോവ സെൻട്രൽ. ഗോവ സെൻട്രോ? എമനെ ഇത് ഗോവ, ഇത് ഡാമൻ ഡ്യൂ. ഗോവയ്ക്കും ഡാമൻ ഡ്യൂക്ക് ഇടയ്ക്ക് നടുക്ക് സെന്റർ.
സത്യം പറയടാ, എന്താ എന്റെ ജോലി? ഇടിച്ചാൻ പറയടാ. ദേഹണ്ണം എന്തോന്നാ? ദേഹണ്ണം ഈ കല്യാണത്തിന് ചാപ്പാടുണ്ടാക്കണ ഏർപ്പാടിന്റെ സ്വതന്ത്രം നിനക്ക് എങ്ങനെ അറിയാം? അവന്റെ ആൾക്കാരെല്ലാം ജപ്പാനിലായിരുന്നപ്പോ അവൻ എന്റെ കൂടെയായിരുന്നു. ദേഹണ്ണം ശുപാർശക്കാര് കൂടെ ഉള്ളപ്പോ പോരാടാ നിന്റെ ഈ കുണുക്കൊക്കെ. അല്ലാത്തപ്പോ നേരെ ജോലി നടന്നു പോയാ പോരെ. എന്തായി എന്റെ കാര്യം? നിന്റെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് കമ്മിറ്റി അർജന്റ് ആയിരുന്നു. നീ എന്റെ കാര്യം പണയൊന്നും വേണ്ട. ഹോം മിനിസ്റ്റർ ഓഫീസിൽ ചെന്ന് സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ കിട്ടിയവരെ എപ്പോഴാ ട്രെയിനിങ്ങിന് വിളിക്കാന്നൊന്ന് അറിഞ്ഞു മാത്രം തന്നാ മതി. അല്ലാതെ സാറ് ശുപാർശ ചെയ്തെന്നെ സബ് ഇൻസ്പെക്ടർ ഒന്നാക്കണ്ട പ്ലീസ്. സംസാരിക്കാൻ നേരമില്ല, എനിക്ക് ചീഫ് മിനിസ്റ്റർ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. എടാ അതിനു മുമ്പ് ഈ അപ്പോയിന്റ്മെന്റ് പിള്ളസാരം ഒന്ന് പരിചയപ്പെടുത്തിട്ട് പോകും. ടൈമില്ല സുഹൃത്തെ. നിങ്ങൾ നേരെ പോയാൽ മതി. ഹിരോഷിനെ കണ്ടിരുന്നു പറഞ്ഞേക്കൂ. ഓക്കെ, ആ കാക്കി യൂണിഫോം എന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ. നിന്റെ കുണുക്കം ഞാൻ നിർത്തി തരാം. അല്ല, ആ പോയതൊരു ചുറ്റുകളിയാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാൻ ജന്മനാ ഒരു ചുറ്റുകളിയാ. പരന്തു നീ ഒരു ചുറ്റുകളിയാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എന്റെ രാമു, അത് ഞാനൊരു റിഹേഴ്സൽ നടത്തി നോക്കിയാലോ. അപ്പൊ നന്നാവും. അമ്മളെ, ഇതാടോ തന്റെ രുക്മിണി ചേച്ചി? എങ്ങനുണ്ട്? ശരിക്കും ഇതുപോലായിരുന്നു ദേവട്ട? ഇതുപോലെ ആയിരുന്നോന്ന് ചോദിച്ചാൽ അല്ലറ ചില്ലറ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിത്രകാരനായ ഭർത്താവിന്റെ കയ്യിൽ ചായവും ബ്രഷും കിട്ടിയാൽ ഏത് ഭാര്യയും ഒരു രവിവർമ്മ സുന്ദരിയാവും. എന്നാലും ആകെ മൊത്തം എന്റെ രുക്മിണിയമ്മ ഇതായിരുന്നു. ദേവേട്ട, ഓ എന്റെ അമ്മയുടെ പടം വരച്ചേരോ? ഓ പിന്നെന്താ, പഴയ ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ? ഇല്ല. അയ്യോ, പിന്നെങ്ങനെയാടോ വരയ്ക്കുന്നേ? അവര് മരിച്ചുപോയി എന്നല്ലാതെ വേറൊന്നും എനിക്കറിയില്ലല്ലോ. ആട്ടെ, തന്റെ അമ്മയുടെ കണ്ണുകൾ തന്റേതുപോലെ വലിയ കണ്ണുകളായിരുന്നു. എനിക്കറിഞ്ഞൂടാ. ആയിരിക്കണോടോ. ഒരമ്മയ്ക്ക് പെൺമക്കൾക്ക് കൊടുക്കാൻ അവരുടെ കണ്ണുകളേ ഉള്ളൂ നല്ലതും ചീത്തയും കണ്ട് മനസ്സിലാക്കാൻ. ഞാൻ വരച്ചുതരാം. ടിറ്റോ, ടിറ്റോ. എന്താ സാജൻ? ടിറ്റോ ഇല്ല ആന്റി? ഇവിടെ ആരുമില്ല. സാജന് ബിയർ വേണോ? വേണ്ട ആന്റി. സാജന്റെ ഹൈറ്റാണ് ശരിക്കും ഒരു പുരുഷന് വേണ്ടത്. എനിക്കിഷ്ടമാണ് പൊക്കമുള്ളവര്. നമ്മൾ തമ്മി എന്ത് വ്യത്യാസം കാണും? അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല ആന്റി. ഒരു ആവറേജ് സ്ത്രീയുടെ ഹൈറ്റ് ഒക്കെ ആന്റിക്കുണ്ട്. ഇല്ല സാജൻ, ഇപ്പൊ നോക്കാലോ. ഗുഡ് മോർണിംഗ് യങ് ഹീറോ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഞാൻ ടിറ്റോയെ കാണാൻ വന്നതാ. ഇവിടിപ്പം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. പരേതനായ ഞാനും നിത്യ യൗവനം എന്റെ മിസിയും. ഞാൻ പോട്ടെ അങ്കിൾ. ചില കാര്യങ്ങൾ മറച്ചുപിടിക്കാൻ നീ ശ്രമിച്ചിട്ടുമില്ല, ഞാനൊട്ട് കണ്ടതായി ഭാവിച്ചിട്ടുമില്ല. ഇപ്പോഴും ഞാനൊന്നും കണ്ടിട്ടില്ല. പ്രായപൂർത്തിയായ 2 മക്കളുണ്ട് എനിക്ക്. എനിക്കറിയാം. അറിഞ്ഞതുപോലെ നീ പെരുമാറുന്നില്ല. പെരുമാറുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഞാനൊരു ഭാര്യയല്ല, നിങ്ങളുടെ മക്കൾക്ക് ഞാനൊരു അമ്മയല്ല, രണ്ടാനമ്മ പോലുമല്ല. തെറ്റിയാൻറ്റി ഈ വീട്ടിലെ ശമ്പളം വാങ്ങിക്കാത്തൊരു വേലക്കാരി. ഡാഡിയും മക്കളും ഒന്ന്. എനിക്ക് മാത്രം ആരുമില്ല. എന്റേതായി ഒന്നുമില്ല. ഞാൻ വലിഞ്ഞു കയറി വന്നതല്ലല്ലോ. നിർത്ത നിങ്ങൾക്ക് എന്റെ മുഖത്ത് നോക്കി പറയാമോ? മക്കളെ നോക്കാൻ വേണ്ടി മാത്രം മതി. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്. മതിയെന്നാ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ മടുത്തു, ജീവിതം മടുത്തു. എനിക്കും ആഗ്രഹങ്ങളുണ്ട്. ഒരു അമ്മയാകാൻ പോലും നിങ്ങൾ എന്നെ അനുവദിച്ചില്ല. 3 തവണ നിങ്ങൾ ഒന്നും നിർത്തുന്നുണ്ടോ ഇത്? ഡാഡിക്ക് ബെറ്റി ആന്റി വേണ്ടെന്നുണ്ടെങ്കിൽ ഡൈവോഴ്സ് പറഞ്ഞേക്ക്. ബെറ്റി ആന്റിക്ക് വന്ന് നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് പോ. ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ദിസ് സ്റ്റുപ്പിഡിറ്റി. എത്ര നാളായത് വീട്ടിലേക്ക് വന്ന് കേറാൻ പേടിയാ. ഇറ്റ്സ് ടു മച്ച്.
മോനെ ടിറ്റോ, ഐ എം സോറി. അരെ സോറി യാർ. നോക്ക്, സോറി പറഞ്ഞ പിന്നെ കരയരുത്. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. ആരുടെയും തെറ്റല്ല സാജൻ. ബെറ്റി ആന്റിയുടെ തെറ്റല്ല, ഡാഡിയുടെ തെറ്റല്ല, അച്ചായന്റെ തെറ്റല്ല, എന്റെ തെറ്റല്ല, മരിച്ചുപോയ ഞങ്ങളുടെ മമ്മിയുടെ തെറ്റല്ല. ഇതൊന്നുമല്ലാത്ത മറ്റേതോ ഒരു വലിയ തെറ്റ്. ഇനിയും ക്ലൈമാക്സിൽ എത്തിയിട്ടില്ലാത്ത ഒരുപാട് സംഭവങ്ങളുള്ള ഒരു ഹിന്ദി സിനിമയാ ഈ വീട്. മമ്മിയെ പരിചരിക്കാനെത്തിയ ഒരു മിലിറ്ററി നേഴ്സ്. മമ്മി മരിച്ചു. ഡാഡി ഞങ്ങളെ നോക്കാൻ അവരെ ഏൽപ്പിച്ചു. അതൊരു കാരണം മാത്രമായിരുന്നു. ഡാഡിക്ക് അവരെ ഇഷ്ടമായിരുന്നു. അവരെ കല്യാണം കഴിച്ചു. ആ കഥ ദേ ഇങ്ങനെ നീണ്ടുപോകുന്നു. ഡേവിഡ്, വരുന്ന പോലെ വരട്ടെ. ഒരു തരത്തിൽ ഇങ്ങനെ ഒരു വീടായതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ പരസ്യമായി ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുന്നത്. ഐ ലവ് യു. പക്ഷെ നമ്മുടെ വീട് ഇങ്ങനെ ആവരുത് കേട്ടോ. ആ വിളിക്കടാ. മിസ്റ്റർ ലാബ്രഡോർ. ആദായിസ്ത പിള്ളസാൻ, ആദായിസ്ത മേഡം പിള്ളസാൻ. എന്റെ ജീവരക്തത്തിൽ എന്നെ മുക്കി ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഇതൊരു ഗോവൻ കസ്റ്റമർ. മനസ്സിലായടാ? ആദാ ജീവരക്തം, ഇസ്ത മുക്കി. നിർത്ത്. ജപ്പാനിൽ മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. മിസ്റ്റർ ലാബർഡോൺ ഇരിക്കൂ. അത് ജപ്പാനിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. പരന്തു കിച്ചണിൽ 24 മണിക്കൂർ നിൽക്കുകയാണല്ലോ ഒരു കുക്കിന്റെ ജോലി. സബാഷ്. ഞാൻ പറഞ്ഞില്ലേ അമ്മവാ. നമ്മുടെ നാടൻ സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാമോ? അപ്പം, കിഴങ്ങേറി, പുട്ട്, പയറ്, പപ്പടം, കഞ്ഞി, പുഴുക്ക, ഇടിയപ്പം. ഇതൊക്കെ ഏത് പാർട്ടിക്ക് വേണം? ബ്രദർ ഒരു പഴഞ്ചനായിരുന്നു. ലേറ്റസ്റ്റ് ഡെലീഷ്യസ് ഡിഷസ് ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, സ്ക്രാമ്പിൾഡ് എഗ്സ് ഇൻ മഷ്റൂം, ഓണിയൻ ലീഫ് ഇൻ ബംഗാൾ ഗ്രാം, ബട്ടർ ഇൻ മലായ് കോഫ്ത. ഗോവൻ ഭാഷയിൽ മലൈ കോഫ്ത ഒരു തെറിയാണ്. ഈ രണ്ട് അലവലാദികൾ പറയുന്നത് കേൾക്കണ്ട. ഇതിന്റെ ഉടമസ്ഥൻ ഞാനാണ്. മിസ്റ്റർ ലാബർഡോൺ, പാചകം തനി ഗോവൻ രീതിയിലായിക്കോട്ടെ. ഗോവയിൽ ഒരു പഴമൊഴിയുണ്ട്. കൃച്ചേ കൃച്ചേ ഓർത്തല്ലേ അന മന തന്ത്രി ചിക്കി മട്ടി ഡി ഗോവ അന മന തന്ത്രി. ബ്യൂട്ടിഫുൾ. എന്തോന്നാ ഇത്, മുദ്രാവാക്യോ? യു ആർ അപ്പോയിന്റഡ്. കിച്ചൻ ഹോസ്തിന, കിച്ചൻ നന്നായിരിക്കട്ടെ. പിള്ളസാൻ ഹോസ്തിന, പിള്ളസൻ നന്നായിരിക്കട്ടെ. മേഡം പിള്ളസാൻ ഹോസ്തിന, മാഡം പിള്ളസൻ നന്നായിരിക്കട്ടെ. വല്ലഭായി നന്നായി ഹോസ്തിന, വല്ലഭായി നന്നാകാൻ നോക്ക്. കർക്കിടക ഹോസ്തിനാനോ. മൊത്തത്തിൽ കർക്കടക ടൂറിസ്റ്റവും നന്നായിരിക്കട്ടെ. അപ്പോയിന്റഡ്. അപ്പോയിന്റഡ്. അങ്ങനെ നമ്മളെ എല്ലാം അമ്പരിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കാവുന്ന ടിറ്റോയുടെ ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള വിജയം വീണ്ടും വീണ്ടും തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അടുത്ത സ്മാളിലേക്ക് പ്രവേശിച്ചു കൊള്ളട്ടെ. ദേവേട്ടാ, ഞാനും. ടിറ്റോയ്ക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി എന്നൊക്കെ പറഞ്ഞ നേരാണോ? എന്നൊക്കെ പറയുന്നു ഡാർലിംഗ്. ആയിരിക്കണമല്ലോ. അല്ലെ പിന്നെ എവനീ പാർട്ടി നടത്തുവോ? എന്താ എവനീ പാർട്ടി നടത്തുമോ? പാർട്ടി നടത്തുന്നത് യവനല്ല, ഞാനാണ്. Is it? അതെ. അത് ദിസൻ ബഹാർ ആയ രൻ ഗുൽസാർ, ഓ ദിസൻ ബഹാർ ആയ രൻ ഗുൽസാർ, അസി വസദാ രഹേ പഞ്ചാബ്, ഓए സുഖ സാടെ आओ सजना, ओए ദിസൻ ബഹാർ ആയ രൻ ഗുൽസാർ, അസി വസദാ രഹേ പഞ്ചാബ്, ओए സുഖ സാടെ आओ सजना, ओए ठंडा मीठा पानी मेरा देश दा पंजाब दा की पानी पी के नशा चढ़ जाए. അയ്യോ, താനാണോ? ഞാൻ വിചാരിച്ചു പാമ്പാണെന്ന്. എന്തിനാ വന്നേ? എങ്ങനെയോ വന്നു പോയിട്ടാ. തിരിച്ചു പോവാൻ വഴി അറിയില്ലാട്ടാ. എന്നാ പിന്നെ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. എന്നാ പൊക്കോ. ഒരു സ്മോള് കിട്ടിയ ഞാൻ ട്രൈ ചെയ്യാട്ടാ. അവിടെ നിന്ന് കഴിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ടാ. ഇനി എനിക്ക് വഴി പറഞ്ഞു തരുമോ? ഈ പാറക്കൂട്ടം താഴെ ഇറങ്ങണം. എങ്ങനെ? ഈ പാറക്കൂട്ടം താഴെ ഇറങ്ങണം. എന്റെ അമ്മേ. എന്ത്? ഒന്നുമില്ല. ആ, ഇരുട്ടത്ത് കടപ്പുറത്തൂടെ ഒരുപാട് ദൂരം നടക്കണം. കുറച്ചു ദൂരം ചെന്ന് സൂക്ഷിച്ചു നോക്കിയാ ട്യൂബ് ലൈറ്റുകൾ മിന്നുന്ന കാണാം. ഞങ്ങൾ എളുപ്പ വഴി അങ്ങ് എത്തിക്കോളാം. പരന്തു, ഇങ്ങനത്തെ ഒരു ഗ്ലാസ് നിറച്ചു. ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സും ഇല്ല, 2 ഗ്ലാസ്സും ഇല്ല. ദാ വരുന്നു. ഇയാള് പോടോ. ഓക്കെ, ഗുഡ് നൈറ്റ് ഫോർ ഓൾ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു ഫോർ ദ നൈസ് പെർഫോമൻസ്. തലവേദന മാറിയില്ലേ? സാരമില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അയ്യോ, എല്ലാരും പോയോ? ഗുഡ് നൈറ്റ്. ഓ. അമാൾ. ഗ്ലാസ്. എന്താടാ സമയക്കൊഴുന്നത്? ദേവട്ടാ, ഇനി ഇവിടെ വെച്ച് ഇങ്ങനത്തെ പാർട്ടികൾ നടത്താതിരിക്കല്ലേ നല്ലത്?
എന്തു പറ്റി? ഒന്നും ഉണ്ടായിട്ടല്ല. ഇപ്പൊ ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമല്ലല്ലോ, അവളും ഇല്ലേ? ഞാനത് ഓർത്തില്ലടാ. ഐ എം സോറി. ദേവേട്ടനെ കുറ്റപ്പെടുത്തല്ല. അല്ലടാ, രാവിലെ ആവുമെന്ന് പറഞ്ഞു, ഞാനങ്ങ് സമ്മതിച്ചു. ഒന്നും ആലോചിച്ചില്ല. അച്ഛനും അമ്മയും വിഷം കുടിച്ച് മരിച്ചു. ഒരു സായിപ്പെടുത്ത് വളർത്തി. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ വേണിക്ക് ഒരു നല്ല ബ്രാഹ്മണ ബന്ധം കിട്ടാൻ ബുദ്ധിമുട്ടാ. ഞാൻ മനസ്സുകൊണ്ട് പുണ്യാകം തെളിച്ച് ഈ വീടിനെ ഒരഗ്രഹാരമായി കണ്ട് ജീവിക്കുക. ഇങ്ങനെയുള്ള ശരികളിലൂടെ മാത്രമേ അവൾക്ക് ഒരു നല്ല ബന്ധത്തിന് ആശയ്ക്ക് പോലും വകയുള്ളൂ. ദയവട്ടെ ഞങ്ങളുടെ കൂടെ വേണം. ഹലോ ഫിഫി, സാജൻ. സാജൻ, ഡെയ്സേന്റെ അവിടെ വേണ്ട. ഫ്രെഡിയൊക്കെ കാണും. എപ്പോഴും ആവുമ്പോ എന്തോന്ന് എപ്പോഴും ആവുമ്പോ എന്നാ വരണ്ട. വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ്? പിണങ്ങരുത്. ഞാൻ അച്ചായന്റെ കൂടെ പള്ളിയുടെ അവിടെ വരാം. എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോവാം. ഷുവർ. വെക്കട്ടെ. ഐ ലവ് യു. അച്ചായ, അച്ചായോ, യെസ് ഫിലോമിന ഫ്രാൻസിസ്. എന്നെ പള്ളി വരെ ഒന്ന് കൊണ്ടുപോവോ? എന്ത് പറ്റി രാവിലെ കുമ്പസരിക്കാൻ തോന്നുന്നു? സാജൻ അവിടെ വരാന്ന് പറഞ്ഞു. ആ അത് ശരി. അപ്പൊ ഭക്തിയല്ല. കൊണ്ടുപോവില്ലോ എന്ന് പറ. എടി ഭയങ്കര ബോറ. ഞാൻ റോഡിൽ മാറി ബൈക്കിൽ ഇരിക്കുന്നതും നിങ്ങൾ കുനുകുനാന്ന് സംസാരിക്കുന്നതും. അച്ചായ പ്ലീസ്. നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ വേണിയെ കൂടെ ഒന്ന് വിളിക്കും. വേണി എന്തിനാ വിളിക്കുന്നേ? എനിക്കും വല്ലതും സംസാരിച്ചോണ്ടിരിക്കാമല്ലോ. ദേ, വെള്ളത്തിലൊന്നും എടുക്കല്ലേ. അവളൊരു പാവം പെണ്ണാ. ആ നിന്റെ അഭിപ്രായം പറ. ഞങ്ങൾ തമ്മിൽ നല്ല ചേർച്ചല്ലേ? അച്ചായ വേണ്ടേ? എന്തോന്ന് വേണ്ടേ? എനിക്ക് വേണേ ഇഷ്ടം. അച്ചായന് മാത്രം ഇഷ്ടായാ മതിയോ? പോരാ, ഇക്കാര്യം അവളോട് തുറന്നു പറഞ്ഞ് ഒന്ന് സെറ്റിൽ ആകാനാ അവളെ കൂടെ വിളിക്കാൻ പറഞ്ഞത്. അച്ചായൻ അവളോട് വേണ്ടാത്തൊന്നും പറഞ്ഞേക്കില്ലേ? ഞാൻ ഒന്നും മിണ്ടുകല. പിന്നെ എന്തിനാ വിളിക്കുന്നേ? നീയും സാധനം കൂടെ സംസാരിച്ചിരിക്കുമ്പോ ഞങ്ങൾ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ലൈനിൽ. ഇത് കൊള്ളാം അല്ലേ? ഏത് കൊള്ളാം? അല്ല ഈ ഇരുപ്പേ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഐസ്ക്രീം ഇവിടെ അവരത് കൊണ്ടങ്ങ് പോയി. നടന്ന് കഴിക്കാമെന്ന് വെച്ചായിരിക്കും. പക്ഷേ ഇതാ അതിന്റെ ഒരു ഒരു സുഖം. ഒരു കുടക്കീഴിൽ ഞാനിങ്ങനെ കേതാദ്യമാ. എങ്ങനെയൊക്കെ? അല്ല, കയ്യിൽ നിന്ന് കാശ് മുടക്കി ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ചുമ്മാ വെറുതെ ഇങ്ങനെയൊക്കെ. അവരെന്തിനാ ചിരിക്കുന്നത്? അവര് ചിരിച്ചോട്ടെ. ചിരിച്ചോട്ടെ. എന്നെ ആക്കി ചിരിക്കുകയാണോന്ന് എന്റെ സംശയം. വേണ്ടാത്തൊന്നും വേണോട് പറയരുന്ന അവളുടെ ഓർഡർ. ഞാൻ വേണ്ടാത്തെല്ലാം പറഞ്ഞോ? ഇല്ല. ഇല്ലല്ലോ. ഈ കല്യാണത്തെ പറ്റി എന്താണ് അഭിപ്രായം? ഏത് കല്യാണത്തെ പറ്റി? അല്ല, പൊതുവെ കല്യാണത്തെ പറ്റി. ഓ, പൊതുവെ നല്ല അഭിപ്രായം. എനിക്കും അതെ. ഭർത്താവും ഭാര്യയും ഒരു നല്ല വീടും കുട്ടികളും കൊള്ളാവുന്നൊരു ഏർപ്പാടാ. എനിക്കും ഒരു കല്യാണം കഴിക്കണം. ഇപ്പോഴല്ല, ആ സാജൻ കാമുകൻ ദുബായി പോയി ഒരു മാസത്തിനകം ഈ കാമുകൻ പോവും. ജോലി കിട്ടി കാശുണ്ടാക്കി തിരിച്ചു വന്നാൽ ഉടൻ ഒരു കല്യാണം കഴിക്കും. ആരെ? നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയല്ലേ? തമാശ അല്ല അല്ലേ? എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അത് പറയുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇനി ഓക്കെ. അവര് ഇരുന്നിരുന്നൊരു ലെവലിലായി. നമുക്ക് അങ്ങനെ ഒന്നും വേണ്ട അല്ലേ? വേണ്ട വേണ്ട. അതെ, നമ്മൾ അത്രത്തോളം ആയില്ലല്ലോ. കഴിക്കും. അണ്ണൻ സമ്മതിക്കോ? സമ്മതിപ്പിക്കാം. ദയവായിട്ടുണ്ടല്ലോ. ഇത്രേ ഉള്ളൂ. ഇത്രയൊക്കെ ആയാലും നിങ്ങൾക്ക് എന്നെ വിശ്വാസല്ലേ? ഇനി ഇതാ ഈ ഒരൊറ്റ ഉറുപ്പിയുള്ളൂ എന്റെ അടുത്ത്. മാണേ വിശ്വസിച്ചാ മതി. എത്ര കൊല്ലായി? ആന്റിയുടെ ബ്ലൗസാ, മമ്മി തന്നയച്ചതാ. ഫുള്ളായിട്ടുണ്ടോ നോക്കിയേ. എടാ എങ്ങോട്ടാ രാവിലെ കെട്ടിയെടുക്കുന്നത്?
അമ്മ എനിക്ക് അത്യാവശ്യം സെക്രട്ടേറിയറ്റ് ഒന്ന് പോണം. എങ്ങും പോകണ്ട. ഇന്ന് മുതൽ സെക്രട്ടേറിയറ്റിന് അവധിയാ. ഈ കൗണ്ടറിൽ ഇരുന്നുള്ള ഭരണമൊക്കെ മതി. അമ്മ എന്തായി പറയുന്നേ? കൗണ്ടറിൽ ഇരിക്കാൻ ഞാനൊന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചു. അമ്മേ എന്ത് പറ്റി ജേതുപിള്ളേ? എന്ത് പറ്റിയെന്നോ? എന്നും രാവിലെ സെക്രട്ടേറിയറ്റ് MLA മന്ത്രി എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നത് ആ പെണ്ണുമായിട്ട് കറങ്ങി നടക്കാനാ. ഇപ്പൊ അറിയണുള്ളൂ നിങ്ങള്. കൊറേ കാലായില്ലേ ലൈലാമജിന് കളി. നേരാണോടാ? എടാ നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നിന്നെ ഒരു MLA ആക്കി, ഒരു മന്ത്രിയാക്കി. ആവൂല, ഒരിക്കലാവൂല. എങ്ങനെ വിളങ്ങക്കുമാരി ഒന്നും ഉണ്ടായിപ്പോയിന്നാണ് ഞാൻ നോക്കണേ. എന്റെ രാഷ്ട്രീയ ഭാവിയെ കരുതിക്കുട്ടി തേജോധം ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമം ഉണ്ടല്ലോ, അത് നടക്കട്ടെ. തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. എടാ ഹിരോഷൻ, ഞാൻ പറയുന്നത് കേൾക്ക്. അച്ഛാ, ഞാൻ ഹിരോഷിനല്ല, ഹിരോഷിമയാണ്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം. ഏത് സമയം പൊട്ടിത്തെറിക്കാം, എന്ത് സംഭവിക്കാം. അള്ള കാക്കട്ടെ. എടാ മോനെ, നീ എങ്ങും പോകല്ലേ. അമ്മേ, ഞാൻ എങ്ങും പോവല്ല. റോഡ് വരെ പോയിട്ട് ഇപ്പൊ വരാം. പോയിട്ട് വന്നിട്ട് എനിക്ക് 4 വാക്ക് സംസാരിക്കണം എല്ലാവരോടും, എസ്പെഷ്യലി. യെസ്. എനിക്ക് ഫിഫിയെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പൊ ബ്രിഗേഡറായ മാത്യൂസിന്റെ മോനെ കൊണ്ട് കെട്ടിക്കണമെന്നായിരുന്നു ആഗ്രഹം. നിങ്ങൾ തമ്മിൽ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇത് നടക്കട്ടെ. മനസ്സും മനസ്സും തമ്മിലുള്ള പൊരുത്തമാണല്ലോ ഏറ്റവും വലുത്. എന്നാ സാജൻ പോകുന്നത്? അടുത്ത ആഴ്ച പോകും. 2 മാസത്തിനകം ജോലിക്കാരും ശരിയാവുന്ന ഡാഡി എഴുതിയിരിക്കുന്നത്. ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഡാഡിയും മമ്മിയും കൂട്ടി ഞാൻ വരാം. ഡാഡിയോട് എനിക്കൊന്ന് എഴുതാൻ പറ. കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞാൽ അതനുസരിച്ച് എനിക്കും തയ്യാറായിരിക്കാമല്ലോ. ശരി അങ്കിൾ. കല്യാണം കഴിഞ്ഞാ ഇവളെയും കൂടെ കൊണ്ടുപോകണം. ഭർത്താവ് അവിടെ, ഭാര്യ ഇവിടെ. അതൊന്നും ശരിയല്ല മോനെ. നിങ്ങളുടെ വീട് നന്നായിരിക്കണം. പട്ടാളക്കാരനായും ഭർത്താവായും അച്ഛനായും ഒക്കെ മേജർ ഫ്രാൻസിസ് എന്നേ മരിച്ചു കഴിഞ്ഞു. എന്റെ കൊച്ചുമക്കളുടെ ഒരു നല്ല വല്യപ്പനായെങ്കിലും എനിക്ക് ജീവിക്കണം. കല്യാണം കല്യാണം സാജൻ ദിവ്യ കല്യാണം ഒപ്പിച്ചേ ഒപ്പിച്ചേ സാജൻ ദിവ്യ ഒപ്പിച്ചേ കല്യാണം കല്യാണം സാജൻ ദിവ്യ കല്യാണം ഹാപ്പി ഹാപ്പി മാരീഡ് ലൈഫ്. അണ്ണാ, വെയിൽ കൊണ്ടിട്ട് വയ്യ അണ്ണാ. എന്നെ ട്രെയിനിങ്ങിന് വിളിച്ചിരിക്കുന്നേ. എന്നെ സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ്ങിന് വിളിച്ചോണ്ടുള്ള കടലാസാ അത്. താങ്ക് യു. എടോ ഇവിടെ വാടോ, ഇങ്ങോട്ട് നീങ്ങിക്കടോ. ഞാൻ സബ് ഇൻസ്പെക്ടറായിട്ട് ഈ സ്റ്റേഷനിലാണ് ചാർജ് എടുക്കുന്നെങ്കിൽ തന്നെ ഞാൻ തല്ലത്തില്ല. വയ്ക്കോ. ഇങ്ങനെ എന്താ വട്ടുണ്ടോ? ദേവേട്ടാ, എടാ ദേവേട്ടാ, മാറിക്കേ. എടേ ഇങ്ങോട്ട് മാറിക്കാൻ മാറിക്കാനല്ലേ പറഞ്ഞത്. ഒറ്റ കീറു വെച്ചോണ്ടല്ലോ. സല്യൂട്ട് എടേ. സബ് ഇൻസ്പെക്ടർ. എടാ പന്നസ്വാമി, പരാക്രമം അമ്മാളിലോടല്ല വേണ്ടു. എടാ ഒരു ഡൂക്കിൽ സബ് ഇൻസ്പെക്ടർ ആയപ്പോ നിനക്ക് ഇത്രയും വലിയ കമ. അപ്പൊ വല്ല IG മറ്റായിരുന്നെങ്കിലോ? ഈ രാമസ്വാമി ഒരു IG ആയി, മന്ത്രിയായി, ഗവർണറായി, ഡെപ്യൂട്ടി തഹസിൽദാരായിട്ട് റിട്ടയർ ചെയ്യും. അണ്ണാ, നെല്ലിക്കാത്തളം തയ്യാറാകട്ടെ, തലയൊന്ന് തണുപ്പിക്കാൻ. ഒരൊറ്റ അടി വെച്ചോ. ഇനി അമ്മാൾ വേണിയമ്മാൾ കുളിച്ച് ഭക്തിയോടെ ഗണപതി കോവിൽ, ശിവൻ കോവിൽ, ശബരിമല, ഗുരുവായൂർ, മധുരയൊക്കെ പോയി വഴിപാടുകളൊക്കെ കഴിച്ച് കൃത്യം 6:30 കൂടെ തിരിച്ചെത്തണം. ഓട്ടോയ്ക്ക് പോയാൽ മതി, ഒറ്റയ്ക്ക് പോണ്ട. കൂട്ടിന് ഫിഫിയും വിളിച്ചോ. അണ്ണാ, ഐസ്ക്രീം. ഐസ്ക്രീം ഇതാ തിന്നോ. ഇനി തൽക്കാലം പോയി ശവനം നിന്നാട്ടെ. നല്ല സന്തോഷമായിട്ട് പുഞ്ചിരിച്ച് ചിരിച്ചു വന്നാട്ടെ. ഐശ്വര്യമായിട്ട് ഇൻസ്പെക്ടർ ഏമാൻ വന്നോ? പോവാം. നാളെ പോകുന്ന കാര്യം ഓർക്കുമ്പോഴാ. പോയിട്ട് തിരിച്ചു വരുന്ന കാര്യം ഓർത്താ മതി. സാജൻ, 2 മാസത്തിനുള്ളിൽ തിരിച്ചു വരില്ലേ? അതിനു മുൻപ് വരും. ദിവസം ഒരു എഴുത്ത് വെച്ച് എഴുതണം. വേറൊന്നും എഴുതണ്ട. ഫിഫി മോക്ക് ഉമ്മ ഉമ്മ ഉമ്മ. ഞാൻ ആ എഴുത്ത് ഇങ്ങനെ വെച്ച് കമന്ന് കിടക്കും. അങ്ങനെ എവിടേക്കോ എവിടേക്കോ പോയി ഡിൻ നേരം എടുക്കും. അപ്പം അടുത്തെഴുത്ത് വരും. അതിലും വന്നേ. നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അവിടെ 2 ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? സാജനും ഫിഫിയും. സാജൻ നാളെ പോവുകയല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണും. എന്തോ സംസാരിക്കാൻ? മുറിക്കാതെ അടച്ചിരുന്നാണോ സംസാരം? അമ്മ കാവലും. ഇതൊന്നും ശരിയല്ല. എന്തോന്ന് ശരിയല്ല? അവരുടെ കല്യാണം ഉറപ്പിച്ചതല്ലേ? കല്യാണം ഉറപ്പിച്ചതേ ഉള്ളൂ, കഴിഞ്ഞില്ല.
ആ ഇനി ഏതമ്പലമാണ്? എല്ലാ അമ്പലവും കഴിഞ്ഞു. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ഓർത്ത് നോക്കിക്കേ. ഇല്ല. എന്താ അനാവശ്യം പറയുന്നു? വേണി ആരാന്ന് വെച്ചാ അടിച്ചു ഞാൻ. ആ എന്താ പ്രശ്നം? ഈ വിവരം കെട്ടവൻ പറയുന്നു അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞില്ലേ നമുക്കൊന്ന് ചുറ്റരുതോ? 6:30 വേണിയെ വീട്ടിലെത്തിച്ചാ പോരെ? അയ്യോ, അണ്ണനും ദേവേട്ടനും കണ്ടു കാണോ? ഏയ് കണ്ടു കാണാൻ വഴിയില്ല. അണ്ണാ, ഐ എം സോറി. മിണ്ടു പോരുത്. എന്താ നിന്റെ ഉദ്ദേശം? തെറ്റോ നിന്റെ ആരാ? ബ്രദർ, ഫ്രണ്ട്, പറയടി. ടിറ്റോയെ എനിക്കിഷ്ടമാണ്. ഇഷ്ടമാണല്ലേ? കൊല്ലും. അവൾക്ക് അവൻ ഇഷ്ടമാണല്ലോ. കൊല്ലും ഞാൻ. അവന് ജോലി കിട്ടിയ ദിവസമല്ലേ? ഒരു വിളക്ക് പോലും കൊടുത്താൽ നിങ്ങൾ കിടന്നാലെങ്ങനെയാ? എല്ലാം എനിക്ക് മനസ്സിലാക്കാം. ഞാനും ഒരു പോംവഴി ആലോചിച്ചോണ്ടിരിക്കുക. അതുകൊണ്ടാ തന്നോടൊന്നും സംസാരിക്കാത്തത്. നീ അവളെ കണ്ടവാനും തല്ലി. അവളത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല. അതിപ്പോഴല്ലേ? അച്ഛനും അമ്മയൊക്കെ വേഷം കെട്ടി ഞാൻ അവളെ വളർത്തി വലുതാക്കിയപ്പോഴല്ലേ? എനിക്കും അത്ര പ്രായമൊന്നും ആയിട്ടില്ല. ടിറ്റോ നിന്റെ ഫ്രണ്ട് അല്ലേ? അതിന് അവൾക്ക് അവന് ഇഷ്ടമാണ്. നടക്കില്ല ദേവേട്ട, നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബ്രാഹ്മണരായി അന്തസ്സോടെ ജീവിക്കാൻ ഗതിയില്ലാഞ്ഞിട്ടാ നേദിച്ച പാൽപ്പായസത്തിൽ വിഷം കലക്കി കുടിപ്പിച്ച് ഒരു കുടുംബം മുഴുവൻ ഇല്ലാതാക്കാൻ എന്റെ അച്ഛൻ തീരുമാനിച്ചത്. ദീപം ദീപം അമ്മേ, അച്ഛനും അമ്മയും മരിച്ചു. അവരുടെ പുണ്യം കൊണ്ടല്ലേ ദേവേട്ട ഞങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ദേവേട്ട, വേണി അന്തസ്സുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ കെട്ടിച്ചേക്കുന്ന ചുമതല എനിക്കാ. ഞാൻ അവളെ ടിറ്റോയെ കല്യാണം കഴിച്ചു കൊടുത്താൽ ആണ്ടിലൊരിക്കലെങ്കിലും ധ്യാനത്തോടെ ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്ക് നീട്ടുന്ന ബലിച്ചോറ് എച്ചിലായി പോകും ദേവേട്ട. ദേവേട്ടാ, ഒരു വിധത്തെ സാധ്യം ചെറുക്കനെ കയറ്റി വിട്ടു. രണ്ട് വിസ, ഒന്ന് എനിക്കും ഒന്ന് ഫ്രെഡിക്കും, പിന്നെ ഒരു ടൂറിസ്റ്റ് വിസ ആ വല്ലഭായിക്ക്. 3 ഭാരം ഏറ്റോണ്ട് അവനങ്ങ് പറന്നു. ഇനിയിപ്പോ പറഞ്ഞു നടക്കാമല്ലോ. വിസ ശരിയാക്കാൻ സാധനം അയച്ചിട്ടുണ്ട്. സാധനം വിസ ശരിയാക്കും. വിസ ശരിയായതോടെ ഞങ്ങൾ ഗൾഫിലേക്ക് പറക്കും എന്നൊക്കെ പറയാമല്ലോ. പറഞ്ഞു നടക്കാമല്ലോ. എന്താ എയർപോർട്ടിൽ വരാതിരുന്നേ? വേണിക്ക് നല്ല സുഖമില്ല. എന്തു പറ്റി? കരയാതെ വേണി. രാമസ്വാമിയോട് ഞാൻ സംസാരിക്കാം. സംസാരിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ദേവേട്ടാ, പെണ്ണുങ്ങളുടെ അസുഖത്തെ കുറിച്ച് അവിവാഹിതർ ഡീറ്റെയിൽസ് ചോദിക്കാൻ പാടില്ല. എന്നാലും അമ്മാളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ചായം പോയിക്കോ, ഞാൻ വന്നേക്കാം. പോട്ടെ അല്ലയാ.
എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ദേഷ്യപ്പെടരുത്. രാമസ്വാമി ട്രെയിനിങ്ങിന് പോകുമ്പോ വേണിയെ ഞാൻ വീട്ടിൽ കൊണ്ട് നിർത്തിക്കോട്ടെ? വേണ്ട. അവളെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ടാണോ പോകുന്നത്? അല്ല, അത് ശരിയാവില്ല. മധുരയിൽ എൻ്റെ ഒരു ബന്ധുവുണ്ട്, സീതമാമി. അവരുടെ വീട്ടിൽ കൊണ്ടാക്കും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? അച്ചായനും വേണിയും തമ്മിൽ ഇഷ്ടമാണോ? അടുത്ത മാസം അച്ചായൻ പോവും. ഉടൻ തന്നെ ജോലിയും ശരിയാവും. അപ്പൊ പിന്നെ നടക്കില്ല ഫിഫി. പെട്ടെന്നുള്ള ആവേശത്തിൽ നമുക്കെല്ലാവർക്കും പല ആഗ്രഹങ്ങളും തോന്നും. അതുപോലെ ഒന്നേ ഉള്ളൂ ടിറ്റോയും വേണിയും തമ്മിലുള്ള അടുപ്പം. രണ്ടുപേരും മറന്നേ പറ്റൂ. എത്ര പെട്ടെന്ന് പറഞ്ഞു. പെട്ടെന്നല്ല, ആലോചിച്ച് തന്നെയാ പറഞ്ഞത്. എന്റെ മനസ്സിലുണ്ട് ആഗ്രഹങ്ങൾ. വേണിക്ക് വേണ്ടിയാ ഞാനതൊക്കെ മാറ്റിവെക്കുന്നത്. തനിക്കറിയോ തന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന്? എത്രയോ നാളുകളായി. എന്തെങ്കിലും തരത്തിൽ ഒരു സൂചനയെങ്കിലും ഞാൻ തന്നിട്ടുണ്ടോ? ആകട്ടെ, ഞാനും ചെറുപ്പ. ഈ വീടിനു വേണ്ടിയും മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയും ഞാനും വേണിയും ഞങ്ങളുടെ പല ആഗ്രഹങ്ങളും മാറ്റിവെച്ചേ പറ്റൂ. ഞാനും എന്റെ പെങ്ങളും ഈ വീടും ഫിഫിക്ക് ഒരു പരിധിവരെ മനസ്സിലാക്കാൻ പറ്റും. ടിറ്റോയ്ക്ക് അതിന് കഴിയില്ല. ഫിഫി അവനെ പറഞ്ഞു മനസ്സിലാക്കണം. അവരെന്നെ കാണരുത്. ഒരു ഗ്ലാസ് അമ്മ വെള്ളം പോലും ചേർക്കാതെ ഒറ്റ വലിപ്പിന് കുടിച്ചു തീർത്തത് കണ്ടോണ്ട് നിന്ന് എന്റെ കരളാ വാടിപ്പോയത്. മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം. എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അത് എവിടെ കിട്ടി? അടുക്കളയിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുക. അതാ കൂടെ കൂടെ ഇൻസ്പെക്ഷൻ. ഇവിടെ ഉണ്ടാക്കുന്ന ചാപ്പാട് മുഴുവൻ ഇവിടെ ഉള്ളവരും ചുറ്റുപാടുള്ളവരും തിന്ന് തീർക്കുക. അല്ലാതെ ഇവിടെ ഒരു ബിസിനസ്സും ഇല്ല, ടൂറിസ്റ്റും ഇല്ല. അടച്ചു പൂട്ടാമെന്ന് വെച്ചാൽ രണ്ടെണ്ണം അപ്പ വരും അവകാശം പിടിക്കും. എല്ലാം വിറ്റ് തൊലയ്ക്കും. അതുകൊണ്ട് ഇതങ്ങ് നടത്തിക്കൊണ്ട് പോവുക. ഹിരോഷിനാണെങ്കിൽ രാഷ്ട്രീയത്തിലാണ് താല്പര്യം. അവനെ എങ്ങനെങ്കിലും ഒരു MLA ആക്കണം. ആകും. ഈ പോക്ക് പോയ MLA അല്ല മന്ത്രി വരെ ആവും. പരന്തു അവൻ എല്ലാ ചുറ്റുകളിയും അറിയാം. അവൻ നല്ല മിടുമിടുക്കനായ ഒരു എന്താ ജഗത് പിള്ളേ? കുപ്പി എവിടെ? കുപ്പി? ഏത് കുപ്പി? റമ്മിന്റെ കുപ്പി എവിടെയെന്ന് രണ്ടുപേരും മാറുന്നില്ലേ? പോയി നോക്കണമല്ലോ. ജഗതു, അവിടെ ഒന്നും കാണുന്നില്ല. ഇത് നീ കണ്ടെന്ന് പറഞ്ഞതോ? 38 വർഷം നിന്റെ കൂടെ ജീവിച്ചിട്ട്. ചേട്ടാ എത്ര വർഷമാണ് പറഞ്ഞത്? 38 വർഷം. താൻ സോസിന്റെ കുപ്പിയിൽ റമ്മ ഒഴിച്ച് അമ്മ കൊടുക്കാൻ ഞാൻ കണ്ടല്ലോ. ആ കുപ്പി എവിടെ? ഇതാണോ കണ്ടത്? ഇത് തന്നെ, ഇത് തന്നെ. പരന്തു ഇത് സോയാബീൻ സോസാണ്. മാഡം മണപ്പിച്ച് നോക്കൂ. ചേച്ചിക്കൊരു സ്പെഷ്യൽ ചിക്കൻ ഐറ്റം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പിള്ളസാൻ എന്നോട് പറഞ്ഞു. പാവം മനുഷ്യൻ. അതിനു വേണ്ടിയാ ഈ സോയാബീൻ സോസ് ഞാൻ എടുത്തത്. അതൊരു തെറ്റാണോ? എന്റെ ചിക്കൻ സത്യമുള്ളതാ. കർക്കിടക ചിക്കൻ സത്യമായിട്ട് ഞാൻ പറയാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ മോഷ്ടിക്കുമായിരിക്കും. പക്ഷെ എന്നെ കള്ളൻ എന്ന് വിളിക്കരുത്. ഇഷ്ടമല്ലെങ്കിൽ എന്നെ പിരിച്ചുവിട്ടേക്കൂ. ഞാൻ ഗോവയിലുള്ള എന്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചോളാം. എല്ലാരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. പാവ സ്ത്രീ. ചേട്ടാ, ചെറുപ്പത്തിൽ ഈ സ്ത്രീക്ക് ഭ്രാന്തുണ്ടായിരുന്ന? എനിക്ക് നാണ അവരോട് തെണ്ടി. ഒരൗൺസ് ആ മനുഷ്യൻ കഴിക്കുന്നില്ല. തനിക്ക് എന്താ വിഷമം? തന്റെ അപ്പന്റെ കാശൊന്നല്ലോ. ഇങ്ങോട്ട് വാടാ രാമ. സുഖമായിട്ട് കുളിക്കല്ലേ? അനാമന തൻ തൃപ്തി അനാമന. കുഴപ്പമില്ല. നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? ഞാൻ നിന്നോട് സംസാരിക്കാനാവുന്നത്. എന്നോട് സംസാരിക്കാനാ വന്നെങ്കിൽ എന്റെ വീട്ടിന്റെ ഡ്രോയിങ് റൂമിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു.
അല്ലാതെ എന്റെ പെങ്ങളെയും കൂട്ടി ഇവിടെ നിന്ന് സംസാരിക്കുന്നത് തെണ്ടിത്തരവടാ. കാര്യം അറിയാതെ പ്രായമായ പെങ്ങളെ തൊഴുക്കി അടിക്കുകയും ചെയ്യുന്നതാടാ രണ്ടിത്തരം. എന്റെ പെങ്ങളെ ഞാൻ അടിക്കോ തൊഴിക്കോ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. അത് ചോദിക്കാൻ നീ ആരുടെ bastard? Never call me a bastard again. ഞാൻ പോകാൻ തേവട്ടാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ജീവിച്ചിരുന്ന വേണേ കെട്ടും. നീ കെട്ടത്തില്ല. ഇവളെന്റെ പെങ്ങളാണെങ്കിൽ നീ ഇവിടെ കെട്ടത്തില്ല. എന്റെ കൊക്കിന് ജീവനുണ്ടായി ഞാൻ വേണേ കെട്ടൂടാ. നിന്നോട് പോകാൻ കെട്ടത്തില്ല. You bloody I will kill you man. നീ കെട്ടത്തില്ല. നീ കെട്ടത്തില്ല. എങ്ങോട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്? മധുരയിലുള്ള സീതമാമിയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം. എന്റെ ട്രെയിനിങ് കഴിയുന്നവരെ ഇവിടെ അവിടെ വെക്കട്ടെ. ഇവിടെ ശരിയാവില്ല. നാളെ കാലത്ത് പോയാ പോരെ? പോരാ. എല്ലാം നേരെയാവും. തൽക്കാലത്തെ ഈ ബഹളം ഒന്ന് കഴിയട്ടെ. മോള് പോയിട്ടോ. യെസ് ദേവേട്ടാ, ഗുഡ് മോർണിംഗ്. ഓഹോ, ഈ തോക്ക് പിടിക്കുന്നതിന് ഒരു ഗമയൊക്കെ വേണ്ടേ? പൂന്താലി പിടിക്കുന്ന പോലാണോ തോക്ക് പിടിക്കുന്നത്? ചവിട്ടി പദം വരുന്നല്ലേ എളിയാ? ഉറച്ചില്ലേ? ഞാൻ കണ്ടേ, ചവിട്ടിയ തറ ഉറച്ചു കാണും. ആ വേണയുടെ എഴുത്തൊക്കെ ഉണ്ടോ? ആവശ്യത്തിന് മാത്രം എഴുതിയാൽ മതി എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഞാനേതായാലും ഒരു കത്ത് എഴുതുന്നുണ്ട്. അതിനു മുമ്പ് തന്റെ ഈ പരിശീലനമൊക്കെ ഒന്ന് കണ്ടിട്ടാണെന്ന് ചോദിച്ചു. നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോവാം. ഞാനത് പറയാൻ തുടങ്ങരുത്. കഴിച്ചിട്ട് അധ്വാനിച്ചാൽ മതി. ഓക്കെ, വെർ ഇസ് എ ക്യാൻറ്റീൻ? കം ഓൺ. ഈ തകഴി കൃഷ്ണപിള്ളച്ചേട്ടന്റെ കൊഞ്ചു വായിച്ചിട്ടുണ്ടോ? തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ. ഞാൻ പിന്നെ ആകോലി അനിച്ചിട്ടാ പറഞ്ഞേ, കൊഞ്ചും ചെമ്മീനും ഒക്കെ ഒന്ന് തന്നെയാണെന്ന്. അപ്പൊ കൃഷ്ണപിള്ള ശിവശങ്കരപ്പിള്ളയോ? എല്ലാം ഒന്ന് തന്നെ. പറഞ്ഞത് മനസ്സിലായല്ലോ. ഇവിടെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒറ്റ പ്രശ്നമുള്ളൂ. എങ്ങനെയുണ്ട്? ആര് പറഞ്ഞു എടുക്കാൻ? ഞാനാ എന്തേ തന്നോടാര് പറയുന്നത് മുറി കയറാൻ? കുറെ നാളായി ആ മുറിയിൽ ഇതിങ്ങനെ അനാഥപ്രേതം പോലെ കിടക്കാനിട്ട്. എന്നാ പിന്നെ ആരെങ്കിലും ഒന്ന് ഇടിച്ച് കാണാലോ എന്ന് വിചാരിച്ചിട്ടാ. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. ഊരെ ഞാൻ എന്റെ അടുത്തോട്ടെ? വേണ്ട. അത് പോട്ടെ, ദുബായിന്ന് കാമുകന്റെ കത്തൊന്നും വന്നില്ലേ? ദുബായിന്ന് കാമുകന്റെ കത്ത് വന്നില്ല. എനിക്ക് തരത്തില്ലല്ലോ. തരത്തില്ല ഫിഫി, എന്റെ ആകെ സമ്പാദ്യമാ. മോള് പോയിക്കോ, ഇതൊക്കെ ഞാൻ ശരിയാക്കി വേണം. അല്ല, ഇപ്പൊ എത്ര വയസ്സായി? എന്തിനാ? ഒരു 50 വയസ്സ് കൂട്ടിക്കോളി. അപ്പോ ഇനി ഒരു 10 കൊല്ലം കൂടി ഉള്ളൂല്ലേ? വല്ലഭായി, തന്നെ തന്റെ ഈ കിമോണയിൽ പൊതിഞ്ഞ് ഞങ്ങൾ അവിടെ കൊണ്ടുവച്ചോളാം. എന്നിട്ട് മണ്ണിടാട്ടാ. കിമോണക്കാരൻ.
ഹലോ, അതെ വിഫിയ, എന്താടോ? ഇല്ലല്ലോ, അവൻ മിനിഞ്ഞാന്ന് വന്നിട്ട് പോയതാ. എന്താ കാര്യം? ആ, വല്ല ഫ്രണ്ട്സിന്റെ വീട്ടിൽ കുടുങ്ങി പോയിരിക്കും. അവനങ്ങ് വരും. ഞാൻ പതിവുള്ളൊക്കെ കഴിച്ചോണ്ടിരിക്കുക. 3 കഴിഞ്ഞു. ഓ, അത് വല്ല റൊട്ടി കഷ്ണവും കടിച്ചു തീർത്തിട്ട് ഞാനും കിടക്കും. ഓക്കെ, അവനങ്ങ് വരും കേട്ടോ. ഗുഡ് നൈറ്റ്. ദേവേട്ടാ, ഇന്നലെ നീ എവിടെ ആയിരുന്ന? എന്താ ഈ ബാഗൊക്കെ ആയിട്ട്? ദേവേട്ടാ, ഒരാളൂടെ ഉണ്ട്. ആര്? ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ ദേവേട്ടാ. അണ്ണനെ പോയി കണ്ടോ? കരയാ, ഏതായാലും കഴിഞ്ഞില്ലേ? അവനെ പോയി കാണണം. കാര്യങ്ങളെല്ലാം തുറന്നു പറയണം. ഞാനും വരാം. എന്താ ഡിറ്റോ? അങ്ങനെയാവും ദേവേട്ടാ. എന്താ ദേവേട്ടാ? വാ, പറയട്ടെ. माङ्गल्यं तन्तुना नेन मम जीवन हेतुना कण्ठे भद्रामि सुभगे त्वं जीव शरदः शतम्. அந்த காஞ்சிபுரம் சேலை சுற்றி லல்லாலா 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 താൻ ആരാടോ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞെന്നോ? താൻ എന്റെ രക്ഷകർത്താവ് ചമയൊന്നും വേണ്ട. എന്റെ ഇല്ലായ്മ കൊണ്ട് കുറെ രൂപ ഞാൻ മേടിച്ചു പോയി. അതങ്ങ് തിരികെ തരികയും ചെയ്യും. യു ആർ എ പേയിങ് ഗസ്റ്റ്, നോട്ട് എ പേയിങ് ഗാർഡിയൻ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞെന്നോ? തനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ പെങ്ങള്. ഈ എന്റെ പെങ്ങള് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയി. വിഷം കുടിച്ച് മരിച്ച 2 ആത്മാക്കൾ ഇവിടെ കിടന്ന് അലയുന്നുണ്ട്. എനിക്ക് അവരുടെ ഉത്തരം പറയണം. അറിയാമോ എനിക്ക്? അമ്മ എപ്പോഴും പറയായിരുന്നു, അണ്ണം പഠിച്ച് മിടുക്കനായി ദേഹം മുഴുവൻ പൊന്നിട്ട് അവളുടെ കല്യാണം നടത്തുമെന്ന്. ഇപ്പൊ എന്തായി? അവരുടെ മുമ്പിൽ ഞാനൊരു കോപ്പനായില്ലേ? നിങ്ങൾ രണ്ടുപേരും കാണിച്ചത് തെറ്റാ. ഇവൻ എന്നോടും നീ നിന്റെ ചേട്ടനോടും. ഇവൻ ചെയ്തതിനേക്കാൾ വലിയ തെറ്റാണ് നീ നിന്റെ ചേട്ടനോട് ചെയ്തത്. ഞാൻ ഇവന്റെ അച്ഛനാ. ഇതൊരു കുട്ടിത്തമായി കണ്ട് ക്ഷമിക്കാൻ എന്റെ പ്രായത്തിന് കഴിയും. രാമസ്വാമിക്ക് ഇവന്റെ പ്രായമേ ഉള്ളൂ. അവന് നഷ്ടപ്പെട്ടിരിക്കുന്നത്
ഇത്രയും നാളും അവൻ നിനക്ക് തന്ന സ്നേഹമാണ്. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള പ്രായമായിട്ടില്ല അവന്. അവൻ വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. കരയാനല്ല അങ്കിളിത് പറഞ്ഞത്. കരയാതെ മോളെ, ഇന്നു മുതൽ നീ എന്റെ മകന്റെ ഭാര്യ, എന്റെ മരുമകൾ. കരയാതെ. നാളെ ഞാൻ രാമസ്വാമിയെ കണ്ട് സംസാരിക്കാം. വളരെ നാളായി പുറം ലോകമൊക്കെ കണ്ടിട്ട് അതിന്റെ പരിചയക്കുറവ് ഞാൻ സംസാരിക്കുന്ന വിഷയത്തിലും കാണും. അവളെ നിനക്ക് വന്നൊന്ന് കാണരുതോ? വഴക്ക് പറയാനാണെങ്കിലും വിരോധമില്ല. ഞങ്ങളെല്ലാം ഉണ്ടെങ്കിലും നീയല്ലേ അവളുടെ എല്ലാം. മാമയ്ക്ക് എന്താ വിസ്കി ബ്രാൻഡ്? അങ്ങനെ ഒന്നുമില്ല, എന്തായാലും വേണില്ല, നിറച്ചു വയ്ക്കി. എടോ, താൻ എല്ലാം കൂടെ വലിച്ചു വാരി കുടിച്ച് അൽബുൾസ് ഉണ്ടാക്കരുത്. അലമ്പുണ്ടാക്കരുത്. താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാന്ന് നോക്കണ എന്തിനാ? ഒഴിച്ചൂറാണ്ട് ആരെന്റെ വാപ്പ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മേജർ സാബ് പാർട്ടി ഉഗ്രൻ. കാര്യമായിട്ട് വിളിച്ചു വരുത്തി ഒരു നല്ല വിരുന്ന് തരണമെന്ന് വിചാരിച്ചതാ. ഷിഫിയുടെ കല്യാണത്തിനായിട്ട് നമുക്ക് നന്നായിട്ട് കൂടിക്കളയാം. ഞാൻ പ്രേമത്തിന് എതിരല്ല മേജർ. ജപ്പാനിൽ ഒരു ദിവസം ഞാൻ മോർണിംഗ് വാക്കിന് ഇറങ്ങുകയാണ്. ഒരു ജപ്പാൻ പെൺകുട്ടി കിമോണ ധരിച്ചുകൊണ്ട് നടന്നു വരികയാണ്. പുറകിൽ ഒരു ജപ്പാൻ പൂവാലനും. ഡയനോറ 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 പാടിക്കൊണ്ട് ഞാൻ അവനെ അടുത്ത് വിളിച്ച് കരണക്കുറ്റിക്ക് 2 പുകച്ചു. ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് അവളെ കെട്ടിയാ പോരെ, എന്തിന് പാടുന്നുണ്ട്? ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവരെ കെട്ടിച്ചു. അതിനുശേഷം ജീവിതത്തിൽ ഇന്ന് വരെ അവരെ കണ്ടിട്ടില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് പ്രേമം, അതായത് ലവ്. ഒന്ന് പോട പിള്ളേ. എക്സ്ക്യൂസ് മീ മേജർ. ഗോവയിൽ ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടി കാണുന്നു. അവർ തമ്മിൽ ഇഷ്ടമായാൽ അടുത്ത ഹോട്ടലിൽ ചെല്ലുന്നു. ഹോട്ടലിലല്ല, പള്ളിയിൽ ചെല്ലുന്നു, കെട്ടുന്നു. പിന്നെ രാത്രിയിൽ ആ സ്ട്രീറ്റിൽ ലൈറ്റ് ഇട്ട് ഫുട്ബോൾ കളിക്കുന്നു. കുറച്ചധികം നേരം വെറുതെ കളിക്കുന്നു. എന്തേ? ഗോവാക്കാരുടെ ഒരു ഗെയിം ആണല്ലോ ഫുട്ബോൾ. ജപ്പാന്റെ നാഷണൽ ഗെയിം. ഒന്ന് നിർത്തണോ? ഇനി താൻ ജപ്പാനെ പറ്റി പറഞ്ഞാൽ താൻ ജപ്പാനിലൊരു പെൺകുട്ടിയെ ഡയോനറ എന്ന് പറഞ്ഞ് കേറി പിടിച്ചത് ഞാൻ തന്റെ ഭാര്യയോട് പറയും. വാട്ട്? ഞാൻ പെൺകുട്ടിയെ കയറി പിടിച്ചെന്നോ? ഇതാ ഡോബർമാനെ. മേജർ സാർ കേട്ടതാണല്ലോ. മിണ്ടാതെ പിടിച്ച് കഴിച്ചോളൂ. ഇനി ജപ്പാൻ എന്നൊരു വാക്കിനി പറഞ്ഞാൽ ടിറ്റോ. ടിറ്റോ, നീ മിടുക്കനാണ്. എനിക്ക് സാധിച്ചിട്ടില്ല ഇന്നേ വരെ ഒരു രജിസ്റ്റർ മാരേജ് കഴിക്കാൻ. പരന്തു, നീ മിടുക്കനാണ്. എന്താ ചിരിക്കുന്നേ? ആ രാമുണ്ടല്ലോ, അവൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന കാക്കി ഇട്ടിട്ട് നിന്നൊരു ഇടിയുണ്ട്. ഇടിന്ന് വെച്ചാ മായം ചേർക്കാത്ത ഇടി. എങ്ങനെ ഇരിക്കുന്നറിയാമോ? അതിനു മുമ്പ് നീ അവനെ കണ്ട് പറഞ്ഞു ഒതുക്കണം, ഇല്ലെങ്കിൽ അവൻ നിന്നെ ഇടിക്കും. ബോറാവുന്നുണ്ട്, നിർത്തണോ? ഒന്ന് പോടാ. നിനക്ക് കൊള്ളാൻ പറ്റും അവന്റെ ഇടി? വല്ലവായി കൊള്ളാൻ പറ്റും അവന്റെ ഇടി? ഇവനൊക്കെ കൊണ്ടാറുണ്ടല്ലോ. വഴി 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 വഴിയേ. ദൈവേട്ടൻ അവളെ കണ്ടിരുന്നോ? ഇല്ല. നീ അവിടെ ചെല്ലാതെ ഞാൻ പോയിട്ട് എന്താ കാര്യം? തനിക്കൊന്നും തോന്നരുത്. ഞാൻ ഇന്നലെ മുതൽ ഇങ്ങനെ ആലോചിക്കുക, കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയാലോ എന്ന്. എന്താ ദേവേട്ട, ഇന്നലെ രാത്രി ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണോ? പറഞ്ഞുകൊണ്ടൊന്നുമല്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും ദേവേട്ടനായി ജീവിതത്തിൽ ഒരു അർത്ഥം കണ്ടെത്തിയവനാ ഞാൻ. അതില്ലാതായപ്പോ ഓർമ്മകളോട് പോലും ഒരു മടുപ്പ്. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നിടും. നിനക്ക് പോയി അവളെയും ടിറ്റോയെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നൂടെ? ഞാൻ കൂട്ടിക്കൊണ്ടുവരാൻ ദേവേട്ട. പെട്ടെന്ന് വഴങ്ങാൻ മനസ്സിനൊരു മടി. ദേവേട്ടനെ വിടുമിട്ടെങ്ങും പോരുത്. എന്റെ പരാതി കേൾക്കാൻ എനിക്ക് ദേവേട്ട മാത്രമല്ലേ ഉള്ളൂ. എന്താ പൊതിയൊക്കെ? കുറച്ച് മട്ടൻ ഫ്രൈയും ചപ്പാത്തിയാ ദേവേട്ടന് രാത്രി കഴിക്കാൻ.
ക്യാൻറ്റീനിലെ നല്ല അസൽ മട്ടൺ ഫ്രൈ. ഞാൻ എടുത്തോളാം. ആരാ എന്റെ മരുമോളാണോ ഇന്ന് പാചകം? മരുമോളും ഫിഫിമോളും കൂടാ. ഇത്രയും നാള് ഫിഫിമോൾ അടുക്കള കയറുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. സാർ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ടിക്കറ്റ് കയറി ശരിയാക്കാൻ പോയതാ. ടിത്ത് നോക്കിയാ ഡാഡി. ടിറ്റു ഈ ചോറ് വെന്തില്ലല്ലോ. മിണ്ടായിരുന്നു കഴിച്ചേച്ചു പോടാ. ഇന്ന് ഇവിടെ അല്ല ഭരണം. അതിന്റെ കുറവ് കാണാനുണ്ട്. ഇതെന്താ ഇത്? സാമ്പാർ. അപ്പൊ രസം കണ്ടിരിക്കും. ഇതെന്താ ഇനി? അവിയല്. ഈ ചാമ്പാറോ അവയിലോ ഇറച്ചി മീനൊന്നുമില്ലേ? ഇന്നിവിടെ ഇറച്ചി മീനൊന്നുമില്ല. ഇന്ന് വേണിയുടെ പാചകമാണ്. ഈ അറിയാൻ വയ്യാത്ത പണിക്ക് എന്തിനാ പോകുന്നത്? ഒരു കാര്യം ചെയ്യ്, ഇതെല്ലാം കൂടെ ഒരു ചരുവത്തിലിട്ട് ഇളക്കി ഇങ്ങതാ, ഞാൻ വയറി കുടിച്ചോണ്ടങ്ങ് വാ. കൊഞ്ചച്ചാറുണ്ട്, എടുക്കട്ടെ? വേണ്ട വേണ്ട. നീ രാത്രിയിലങ്ങ് വരുമല്ലോ, ഓളാവുന്നോടാ. അല്ല, കൊഞ്ചച്ചാർ എടുക്കട്ടേന്ന്. മോളെ നീ ഇച്ചിരി അതിങ്ങെടുത്തോ. അമ്മാളേ അമ്മാളേ കരിമീൻ അമ്മാളേ 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 അമ്മാളേ. നിന്നെ ഞാനേ 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കാം. നീ ഷൈൻ ചെയ്യുന്നോ? ആലവലാതി. ഡാഡിയുടെയും ബെറ്റിയാന്റെയും മുമ്പിൽ വെച്ച് നീ എന്നെ ആക്കുന്നോ? അയ്യേ, നീ ഇത്ര ചീപ്പായിട്ട്. അതേടാ, നിന്റെ കൂടെ ഇറങ്ങി തിരിച്ച മുതൽ ഞാൻ ചീത്ത. എടോ, എന്റെ അണ്ണനെ കഴുകിയിട്ട് വായി നോക്കി നടക്കുന്ന നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചതും പോരാ, സാമ്പാർ പോരെന്നോ? ആഹാ, അപ്പൊ നിനക്ക് നന്നായി. ഇനി നിനക്ക് ഇറച്ചിമീൻ വേണ്ടല്ലോ. ഇനി നീ ഷൈൻ ചെയ്യോ? ഷൈൻ ചെയ്യോ? ആഹാ. നീ നോക്കിക്കോ. നാളെ ഞാൻ പോവാ. നിന്റെ ജോലിക്കാരിയൊക്കെ ശരിയായോ? ശരിയായി. ക്വാർട്ടേഴ്സ് ഒക്കെ കിട്ടുമെന്ന് അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേണിയെ. സാജനും അവിടെ തന്നെ അല്ലേ? അവിടെ തന്നെയാ. പക്ഷെ അവൻ പോയിട്ട് യാതൊരു വിവരവുമില്ല. നീ വൈകിട്ട് കർക്കിടക ടൂറിസ്റ്റ് ഹോമിലേക്ക് വരൂ. എല്ലാരും ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പോട്ടെ. ശരി. ടിറ്റോ ടിറ്റോ പോകുന്നതിന് മുമ്പ് അവളുടെ കഴുത്തിലൊരു താലി കെട്ടണം. ശരിയാ. അതേതായാലും നന്നായി നീ അവനെ പോയി കണ്ടത്. അവൻ അത്രേ ഉള്ളൂ. എന്നിട്ട് സ്വാമി കുഴന്ത എന്ത് പറഞ്ഞു? ഞാൻ പോകുന്നതിന് മുമ്പ് വേണിയുടെ കഴുത്തിൽ ഒരു താലി കെട്ടണമെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്ന ഉടനെ ഞാൻ കെട്ടുകയും ചെയ്തു. പാവം. ഇനി നിനക്ക് ധൈര്യമായിട്ട് പോ. ബാക്കി ഞാൻ ഏറ്റു അണ്ണനെ പെങ്ങളെ ഒരുമിപ്പിക്കുന്ന കാര്യം. ഒന്ന് പോടോ പിള്ളേ. താൻ ജപ്പാനിലും പോയിട്ടില്ല, തന്റെ കർക്കിടകത്തിലോട്ട് കച്ചവടം ഇല്ല. ഞാൻ ഗോവയിൽ പോയപ്പോ പോയിണ്ടോ? എന്താന്ന് ചാപ്പാടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇങ്ങോട്ട് എടുത്തോമേ. എല്ലാരും താഴെ വന്ന് കഴിക്കണം. പ്ലേറ്റും ഗ്ലാസും പൊട്ടിക്കുന്നവരുടെ കയ്യിൽ നിന്ന് കാശ് ഈടാക്കുന്നതാണ്. എല്ലാരും കേക്കി. താഴോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക്. ഈ ടിറ്റോയും ദുബായി പോയാൽ സാജന്റെ മാതിരി കത്ത് എഴുതാതിരിക്കരുത്. വിമാനം ഇറങ്ങിയാൽ ഉടൻ കത്തെഴുതണം. കത്തെഴുതാൻ വിവരമില്ലെങ്കിൽ അതിനുള്ളൊരു പുസ്തകമുണ്ട്, അത് നോക്കി വായിച്ച് പഠിച്ചെഴുതണം. പണ്ടത്തെ ഒരു സാഹിത്യകാരന്റെ പുസ്തകത്തിൽ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. ഒന്ന് പോടാ തെണ്ടിയുടെ മോനെ. ഇപ്പോഴാണ് ഫെലിക്സ് ആത്മാർത്ഥമായിട്ട് ഒരാളെ തെണ്ടിയുടെ മോനെ എന്ന് വിളിച്ചത്. ഒരച്ഛൻ മകൾക്ക് കത്തയക്കേ? നോ നോ നോ, മാമുക്ക പറഞ്ഞതിൽ കാര്യമുണ്ട്. സാജൻ പോയിട്ട് ഇതുവരെ ഒരു ലെറ്റർ ഫിഫിക്ക് അയച്ചിട്ടുണ്ടോ? ഇല്ല. ടിറ്റോ ചെന്നാലുടൻ അടുത്ത പ്ലെയിനിൽ അവനെ കയറ്റി ഇങ്ങോട്ട് അയക്കണം. പ്ലെയിനിലല്ല എന്ത് ഞാൻ സാധനെ കൊണ്ടുവരുന്നത്, കൊട്ടാരം പോലുള്ള ഒരു കപ്പലിൽ. ഞങ്ങളിതേ അക്കരയായി എത്തുന്നത്. നിങ്ങൾ എല്ലാരും കൂടി ഒരു 10 മൈലിൽ കയറി അങ്ങ് എത്തണം. താലപ്പൊലിയും ബാൻഡ് മേളവും എല്ലാം വേണം. എന്നിട്ട് ഇവിടെ വെച്ച് ഇതേപോലൊരു സന്ധ്യക്ക് ഫിഫിയുടെയും സാജന്റെയും കല്യാണം. അയ്യേ, എല്ലാരും നോക്കുന്നു വേണി. ഫിഫി നോക്ക്, അവളെ അറിയുന്നുണ്ടോ?
ഇത് നല്ല കൂത്ത്. ടേക്ക് ഇറ്റ് ഈസി യാർ. ഇത്തിരി കരഞ്ഞോട്ടവര്. ഇതൊക്കെ യാത്രയപ്പിന്റെ ഒരു ഭാഗമാണ്. എക്സാക്ട്ലി. ഞാൻ പോയി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യട്ടെ. അളി, ഞാൻ പോയാ നീ ഇവരെ എന്റർടൈൻ ചെയ്യണം. ഇവരെ ജോളിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്റെ വിസയുടെ കാര്യം നീ ഏറ്റോണം. അതൊക്കെ ഞാൻ ഏറ്റു. ആ സ്വാമി വരുന്നുണ്ടല്ലോ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ നിനക്ക് എഴുതാം. വല്ലപ്പോഴൊക്കെ നീ വീട്ടിലോട്ട് പോണം. Your attention please. This is the final call for the passengers boarding on Air India flight Hotel, yeah. AI930 to Dubai. You're requested to check in through immigration, security and customs. Thank you. എല്ലാം ക്ഷമിക്കണം. പോയിട്ട് വരും ഡാഡി. റെഡി? അളി, ഒന്നും മനസ്സിൽ വെക്കാതെ അളിയാ. ഫിഫി, ഫിഫി, എന്താ? അല്ല, ഛർദിക്കുന്ന മാതിരി ശബ്ദം കേട്ടു. നാക്ക് പഠിച്ചപ്പോ വല്ലാണ്ട് വന്നു. എന്താ? കർത്താവേ, വിഷമിക്കാതിരിക്കും മോളെ. ഇത് വലിയ തെറ്റൊന്നുമല്ല. സാജന്റെയും മോളുടെയും കല്യാണം നിശ്ചയിച്ചതല്ലേ. സാജനും അറിയാവുന്ന കാര്യമാണല്ലോ. ടിറ്റു അവനെയും കുട്ടി ഉടനെ വരില്ലേ? എനിക്ക് അടുത്തറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്. ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആന്റിയോട് പറ. ആരും അറിയാതെ നമുക്കത് ചെയ്യാം. എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ പോട്ടെ ആന്റി. വിഷമിക്കാതെ മോളെ. ഗോഡ് ഈസ് ഗ്രേറ്റ്. ഡാഡിയോട് പറഞ്ഞാലോ? വേണ്ട, അങ്കിളിനോടിപ്പോ പറയണ്ട. ഞാൻ അച്ഛൻ ഒരെഴുത്തോടെ അയക്കാം. ഈ കാര്യം എഴുതരുത്. ഈ കാര്യം എഴുതുന്നില്ല. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്നും പറഞ്ഞ് എഴുതാം. എന്താ, സുഖമില്ലേ മോളെ? ഒന്നുമില്ല ആന്റി. ദേ ഫ്രിഡ്ജ് വന്നിരിക്കുന്നു. എന്താ ഫ്രെഡി? ഒന്നുമില്ല, വെറുതെ വന്നതാ. ഞങ്ങൾ ലൈഫ് കാർഡുകളുടെ ശമ്പളം 30 രൂപയാക്കി കൂട്ടി. എനിക്ക് കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നാ. പേടിക്കണ്ട, എല്ലാം നേരെയാകും. അത് പറയാനാ ഞാൻ വന്നത്. ശരി ഫ്രെഡി, ഈ കാര്യം ആരും അറിയരുത്. എന്റെ മനസ്സിന് പോലും അറിയില്ല. തെറ്റോട് കത്ത് വല്ലതും വന്നോ? ഇല്ല, നാളെ എന്തായാലും വരും. പ്രിയപ്പെട്ട ആളിന് വീട്ടിലേക്ക് ഞാൻ കത്തയച്ചിട്ടില്ല. അയക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. വന്നതിന്റെ പിറ്റേ ദിവസം സാജനെ കണ്ടു. അവന്റെ
കല്യാണം കഴിഞ്ഞിരിക്കുന്നു. അവന് ജോലി കിട്ടിയ കമ്പനിയിലെ MD യുടെ മകൾ. അതിനുവേണ്ടിയാണ് അവന്റെ അച്ഛൻ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡാഡിയോട് നീ നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. എനിക്കൊരു സമാധാനവുമില്ലല്ലേ. എന്റെ ഫിഫിയെ പറ്റി ആലോചിക്കുമ്പോഴാ അളിയ അവളോട് പറയണം സാജനെ മറക്കാൻ. സുന്ദരനായ ഒരു ചെറുപ്പക്കാരനുമായിട്ട് അവളുടെ അച്ചായൻ ഉടനെ വരും. വേണിക്ക് അവൾക്ക് ഞാൻ പ്രത്യേകം എഴുതുന്നുണ്ട്. ഫിഫിയും വേണിയും ഞാൻ നിന്നെ ഏൽപ്പിക്കാതെ. മോളെ, ആരുടെയും കുറ്റം കൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനി ചെയ്യാവുന്നത് ഒന്നേയുള്ളൂ. ആരും അറിയാതെ നമുക്കിത് വേണ്ടെന്ന് വെക്കാം. ടിറ്റോയും ഡാഡിയും ഇതറിയണ്ട. നമുക്ക് ബോംബെ പോയി സണ്ണിച്ചായന്റെ അവിടെ താമസിച്ച് വേണ്ടത് ചെയ്യാം. ആരും അറിയില്ല. ബോൾഡായിട്ടൊരു തീരുമാനം എടുക്കും മോളെ. ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഇല്ലേ? ഫിഫി ഡാർലിംഗ്, ബെറ്റി ആന്റി, അമൽസ്, അമൽസ്. അയ്യോ, വീട് മാറിയോ? ഇതല്ലേ വീട്? ഇത് തന്നെയാണല്ലോ വീട്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. രാവിലെ എവിടെ പോയിരുന്നു? ഫിഫിയും ബെറ്റിയും കൂടെ ബോംബെക്ക് പോയി. അയ്യോ, എന്ത് പറ്റി പെട്ടെന്ന് പോകാൻ? ഒന്നും ഉണ്ടായിട്ടല്ല. ബെറ്റിയുടെ ബ്രദറിന് സുഖമില്ലെന്ന് ഫോൺ വന്നു. അപ്പൊ ഒന്ന് പോയിട്ട് വരട്ടെ ഞാനും വിചാരിച്ചു. ഫിഫിക്ക് ഒരു ചേഞ്ച് ആകുമല്ലോ. ഫിഫിക്ക് ഒരു കല്യാണം ഉടനെ ആലോചിക്കണമെങ്കിൽ വേണം. ഒരു നല്ല പയ്യനെ നോക്കണം. വരട്ടെ. ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. താനിരിക്കാം. ഓക്കെ. ഹായ് മിസ്സസ് വെണിച്ചിറ്റോ, ഹൗ ആർ യു? ഫൈൻ. നത്തിങ് ഈറ്റബിൾ ഐറ്റംസ്? ഉച്ചയാകട്ടെ, ചോറ് തരാം. പട്ടാളം കീടെ അവിടെ നിർത്തിയോ? സ്മാൾ സ്മാൾ കുറവാ. അമ്മാളെ ഒന്ന് കാണാൻ പട്ടാളത്തെ ചുറ്റിപ്പറ്റി 2 സ്മാൾ മേടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചാ വന്നേ. എപ്പൊ തുടങ്ങുമോടി? ഉച്ചയാകുമ്പോ ഉണ്ണുന്നതിന് മുമ്പ് ചിലപ്പോ കഴിക്കും. ഞാനെന്നാ ഉണ്ണാറാവുമ്പോ വരാം. അപ്പോഴത്തേക്കും തുടങ്ങുമായിരിക്കും അല്ലേ? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. നമ്മുടെ പട്ടാള വല്ല പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? ഹേയ്, ഉണ്ടെങ്കിൽ പറ, ഉച്ചയ്ക്ക് വരുമ്പോ ഞാൻ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ? നമ്മുടെ വേണിക്ക് നമ്മുടെ വേണി ഞാൻ അവിടെ കൂട്ടിക്കൊണ്ട് ഡോക്ടറെ കണ്ടു. ശരിക്കും ദേവട്ട ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? നീ ഒന്നും ചെയ്യണ്ട, അമ്മാവനാവാൻ തയ്യാറായിക്കും. പിന്നെ ദിവസവും അവളെ ചെന്ന് കണ്ട് ചിരിച്ച് 2 വർത്തമാനം പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് അസലാക്കാം. ഞാൻ പോട്ടെ ദേവട്ടാ. 2 മണി ക്ലാസ് ഉണ്ട്. മാമ ചെലവുണ്ട്. ഉണ്ടേ. ഹലോ, യെസ്, 63516. മോളെ വേണി, വേണി. ഹലോ മോനെ ടിറ്റോ, നീ നല്ല ദിവസം നോക്കിയാണല്ലോടാ വിളിച്ചത്. വേണി ഈസ് കാരിങ്. എടാ ഫൂളെ, നീ ഒരു അച്ഛനാകാൻ പോകുന്നു. ഫിഫി ബോംബെയിലാ. നമ്മുടെ സണ്ണിച്ചിന് സുഖമില്ല. ബെറ്റ് പോയപ്പോ കൂടെ പോയി. ഷീസ് ഓക്കെ. ഫിഫി ഈസ് ഓക്കെ. ഓക്കെ, ഐ ആം ഫൈൻ മോനെ. ഹൗ ആർ യു? ഞാൻ വേണിക്ക് കൊടുക്കാം. ഹലോ ഹലോ, അച്ഛന്
സുഖാണോ? കണ്ടു, അണ്ണനെ കൊണ്ടുപോയത്. സ്വതമുണ്ട്. ഹലോ, കാര്യമുണ്ട്. ഞാൻ എന്നും രാവിലെ വരും. എന്തെങ്കിലും നല്ല സാധനങ്ങൾ ഉണ്ടാക്കി തിന്നും പോവും. നല്ലോണം നോക്കുന്നുണ്ട്. നാളെ ഡെയ്സി ആന്റിയെ സാരി ഉടുപ്പിച്ച് ഇറക്കുക. അമ്മാൾസിന്റെ ഗർഭ ശുശ്രൂഷയ്ക്ക് കൊടുക്കാം. ഹലോ. ആ, അച്ഛൻ വേഗം വരണം. അയ്യോ, കളഞ്ഞല്ലോ. എന്റെയും ഫ്രെഡിന്റെയും വല്ലവന്റെയും വിസയുടെ കാര്യം ചോദിക്കണമായിരുന്നു. വല്ലവന്റെയും വിസയുടെ കാര്യം താനെന്തിനാ അന്വേഷിക്കുന്നത്? അയ്യോ, വല്ലവന്റെ അല്ല, വല്ലഭായിയുടെ, എന്റെ ചേട്ടന്റെ അമ്മാളെ. ഒരാശുല്ല പുസ്തകം. ഗർഭകാല വ്യായാമങ്ങൾ. ജഗതു പിള്ള സാറിന്റെ ചൂണ്ടിയതാ. ഇത് നോക്കി ചെയ്താൽ മതി. 1-2 ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. വൃത്തിയുള്ള തറയിൽ വൃത്തിയായിട്ടിരിക്കുക. എന്നിട്ട് പിന്നോട്ട് മലരുക. 2 കാലും ഒരേപോലെ പൊക്കി തലയുടെ പിൻഭാഗത്ത് തുടങ്ങിയത് വ്യായാമത്തിലായിരുന്നു, അവസാനിച്ച വ്യായാമത്തിലല്ല. ഐറ്റം നമ്പർ 2. ഐറ്റം നമ്പർ 2 വേണ്ട, ഞങ്ങൾ രാവിലെ TV കണ്ട് ചെയ്തോളാം. അയ്യോ, അതൊന്നും കയറി ചെയ്തോളരുത്. അതൊക്കെ ഗർഭം ഇല്ലാത്ത സ്ത്രീകൾക്കുള്ളതാ, അപകടമാണ്. കാസർഗോഡ് ലിങ്ക് വരുമ്പം ഗർഭമുള്ള സ്ത്രീകൾക്കുള്ള വ്യായാമങ്ങൾ വരും. അപ്പൊ ചെയ്താൽ മതി. അന്നേരത്തേക്ക് ഇതുപോലെ സെറ്റപ്പ് ചെയ്ത് പോയി. സുധു ഒന്ന് പോകുന്നുണ്ടോ? അതെ, ഞാൻ പോവാ. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വരട്ടെ. ഓക്കേ. ഓക്കേ. ഡെയ്സി ആന്റിയല്ലേ ഇവിടെ കൂട്ടിനിടക്കുന്നത്? യെസ്. നിങ്ങളുടെ മറ്റേ സ്വഭാവം ഇവിടെ ഇറക്കരുത്. കൂർക്കം വലി അമ്മാള് കേട്ടിട്ടല്ലോ. 7 നിലയിലാ കൂർക്കം വലി. രാത്രി കിടന്ന് ഉറങ്ങുമ്പോ കൂർക്കം വലിക്കാതെ കട്ടോണ്ടി വലിക്കോ? എന്റെ അമ്മേ, ഇതിലും ഭേദമാ കട്ടവണ്ടി. ഈശ്വര, ടിറ്റോ ഇതൊന്നും അറിയില്ലേ. വരട്ടെ. ഓക്കേ, ഗുഡ് നൈറ്റ്. നൈറ്റ്. അമ്മാൾ. എന്ത് പറ്റി ഗോപ? മേജറിന്റെ മകൻ മരിച്ചു. ആര്? ടിറ്റോയോ? അങ്കിൾ, ഇവിടെ ഇന്ന് എന്നെ ബോംബെ കേൾക്കണം. അണ്ണാ, ഒരു ടിക്കറ്റ് എടുക്കണം പ്ലെയിന്. പിന്നെ കപ്പലണ്ടി മുട്ടായും. നിനക്കോ? ഒന്നും വേണ്ട. ഡ്രസ് കേട്ടോ അങ്കിളെ. ഇതാരാ? ഒന്ന് വെളിയിൽ പോയേ. ഞങ്ങള് വീട്ടുകാര്യം പറയുമ്പം ഇങ്ങനെ വന്ന് നിക്കാവോ? മര്യാദ വേണ്ടേ? പോ, വെളിയിൽ പോയേ. പോകാൻ. എടാ അച്ചായ, നിനക്ക് സാമ്പാറും അവിയലൊന്നും പോരാ അല്ലേ? ഇറച്ചിയും മീനും വേണം അല്ലേ? എന്താ അവിടെ കറങ്ങി നിൽക്കുന്നേ? ഓഫീസിൽ പോണ്ടേ? പോയേ. വരട്ടെ വരട്ടെ വരട്ടെ. ഞാൻ പോയി ശവനം നിൽക്കാവേ. ഞാൻ പോയി ശവനം നിൽക്കട്ടെ, എന്നിട്ട് വരാവൂ. എന്താ അച്ചായ, റെഡിയാ? റെഡി എന്ന് പറ. റെഡി. എന്താ വാ.
കപ്പലണ്ടി മിഠായി വാങ്ങിച്ചോ. എന്നെ വിട്ടെ, നിന്നെ ഇന്ന് ഞാൻ ബോംബെക്ക് അയക്കുന്നുണ്ട്. അവള് നീ ടിറ്റോ ആണെന്ന് വിചാരിച്ചിരിക്കുക. ഭേദാവുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? താളം തെറ്റിയ മനസ്സാണ്. അവളുടെ ഇഷ്ടത്തിന് നിന്നു കൊടുക്കുക, അല്ലാണ്ട് എന്താ ചെയ്യാ? വേണ്ട, ഞാൻ കഴിക്കത്തില്ല. എനിക്ക് മരുന്ന് വേണ്ട. എനിക്ക് ഒരു അസുഖവുമില്ല. അയ്യോ, എനിക്ക് അസുഖമില്ല. അണ്ണാ, നമുക്ക് ഡോക്ടർ അറസ്റ്റ് ചെയ്യണം. അയ്യോ, അടിക്കണ്ട, വരട്ടെ മതി. മരുന്ന് കഴിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, മോളെ പ്ലീസ്. എനിക്ക് അസുഖമൊന്നുമില്ല അണ്ണാ. മരുന്ന് കഴിക്കാൻ ഞാൻ കഴിക്കത്തില്ല. അച്ഛൻ പോവാ. അയ്യോ, അച്ഛായ പോലെ. മരുന്ന് കഴിക്കുമോ? മരുന്ന് കഴിക്കുമോ? ആ, കഴിക്കാം. എന്നെ പിടിക്കാതെ. ഞാൻ പിടിച്ചില്ലല്ലോ. വാ. എന്താ എന്റെ ഞാൻ എപ്പോഴും ഛർദിക്കുന്നേ? ഒന്നുമില്ല, ഇന്നലെ കഴിച്ചത് വല്ലതും ദഹിക്കാത്തതാവും. അയ്യോ, അച്ചായ, ഇവിടെ വന്നിരി. ഇവിടെ ഇരി. ഇതുകൊണ്ടോ എന്തൊരു വൃത്തിയാടാ. അയ്യോ, അച്ഛൻ പറയുന്നത് അച്ഛൻ പറയുന്നേക്ക്. സിസ്റ്റർ ബാൻഡേജ് ഉണ്ടല്ലോ? ഉണ്ട്. കൈ രണ്ട് സോഫ്റ്റ് ആയിട്ട് കട്ടിൽ കെട്ടിയിടണം. കെട്ടഴിയരുത്. ഡോക്ടർ, അത് വേണോ? മയക്കത്തിലാണെങ്കിലും വയറ്റിലിരിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഫർദർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. ഇപ്പൊ അറിയില്ല, സെഡേഷല്ല, ഉറങ്ങിക്കൊള്ളും. ടിറ്റോ, അളിയ, ഇനി എന്നെ കൊണ്ടത് പറ്റില്ല. എനിക്ക് വയ്യ. പോടാ, എല്ലാം തമാശയായിട്ട് എടുക്കരുത്. ടിറ്റോ, എന്തിനാടാ നീ എന്നെ കൊണ്ട് ഈ വേഷം കെട്ടിക്കുന്നത്? എനിക്ക് നീയാകാൻ പറ്റില്ലടാ. എനിക്ക് നീയാകാൻ പറ്റില്ലടാ. ഞാൻ എന്ത് വേണം നീ പറ. ഞാൻ എന്ത് വേണം നീ പറ. പറടാ ടിറ്റോ, പറ, നീ പറ.
കരയല്ലേ അയ്യേ എന്താ ഇത്? ലെറ്റ് ഹർ ക്രൈ. അവര് കരയട്ടെ. നിങ്ങളെല്ലാം ഒന്ന് പുറത്തോട്ട് പോയി പ്ലീസ്. മേജർ യു ഓൾസോ പ്ലീസ്. ഡോക്ടർ മോനെ മോന്റെ ഡാഡി മരിച്ചുപോയി. അതാ മമ്മി കരഞ്ഞത്. അല്ലാതെ മോനോട് ഇഷ്ടമല്ലഞ്ഞിട്ടല്ല. ഇനി മമ്മി കരയത്തില്ല. ഇനി മമ്മി കരയത്തില്ല. വാവാവോ 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 വാവാവോ. അങ്കിളുടെ മിലിറ്ററി താരാട്ട് കേട്ട അവൻ കരയും. മോനെ 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 ഈ അങ്കിളിനെ കണ്ടോ? സ്വതു അങ്കിൾ, അങ്കിൾ സ്വതു. മോന് പാല് കൊടുക്കാൻ സമയമില്ലേ? പാല് കുച്ചിനോ? പാല് കുച്ചിട്ട് വന്നിട്ട് പിന്നെ ഒറ്റണം പറയാം. ടാറ്റാ. അങ്കിൾ നമുക്കും വല്ലതും കൂച്ചണ്ടേ? സുധു അതെ ഞാന് നിർത്തി. ടിറ്റോ, അനുവാദം ചോദിക്കാതെ മനസ്സ് ഫിഫിയുമായി വല്ലാതെ അടുത്തുപോയി. നേരിട്ട് പറയാനൊരു മടി. ഒരു കത്തെഴുതി കൊടുക്കട്ടെ? പ്രിയപ്പെട്ട ഫിഫി, ഫിഫിയുടെ കല്യാണം കഴിയുന്നതോടെങ്കിലും ഈ വീടിനൊരു താളം ഉണ്ടാകണം. എന്റെ മനസ്സ് എന്നും ഒരു കൂടായിരുന്നു. മിണ്ടാത്ത മനസ്സ്. ആ, മനസ്സമ്മതം കഴിഞ്ഞാൽ ഉടനെ കല്യാണം. ഡിസംബറിൽ അവൻ സ്റ്റേറ്റ്സിൽ പോകാനിരിക്കുക. ടിറ്റോ എന്റെ അടുത്തുണ്ട്. അവൻ അറിഞ്ഞാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഫിഫിമോളുടെ കല്യാണത്തിന് കൂടാൻ എന്റെ ടിറ്റോ ഇല്ല. ആ ഒരു കുറവേ ഉള്ളൂ. ഫിഫി, ഞാൻ തന്നെ കല്യാണം കഴിക്കട്ടെ? ജോണിക്ക് ഫിഫിയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഫിഫി മുകളിലുണ്ട്. എഴുതിയത് തെറ്റാണെങ്കിൽ മനസ്സിന്റെ വിവരക്കേടായി കരുതി ക്ഷമിക്കുക. ഫിലോമിനയുടെ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്കിഷ്ടമായി. ഫോട്ടോയ്ക്ക് ജീവനില്ലല്ലോ. ജീവനുള്ള എന്നെ ജോണി മനസ്സിലാക്കണം. എന്റെ കഴിഞ്ഞ കാലം ജോണി അറിയണം. എന്തറിയാനാ? കഴിഞ്ഞ കാലത്ത് താൻ ആരെയെങ്കിലും സ്നേഹിച്ചു കാണും. അയാൾ വേറെ കല്യാണം കഴിച്ചു കാണും. അത്രയൊക്കെയല്ലേ ഉള്ളൂ. അല്ല, അതിനും അപ്പുറത്ത്, വളരെ വളരെ അപ്പുറത്ത് ഞങ്ങൾ ബന്ധപ്പെട്ടു. ഞാൻ ഗർഭിണിയായി. നോ നോ നോ. മേജർ ഫ്രാൻസിസിന്റെ വീട്, ഹോം, സ്റ്റുപ്പിഡ് ഹോം. പരേതനായ പട്ടാളക്കാരന്റെ ഒരു നല്ല ശവക്കല്ലറ പോലും അല്ലല്ലോ ഇത്. ഇറ്റ് ഈസ് വേഴ്സ് ദാൻ ദാറ്റ്, വേഴ്സ് ദാൻ ദാറ്റ്. മോനെ ടിറ്റോ, വേർ ആർ യു യാർ? വേർ ആർ യു യാർ? ഞാൻ വീട്ടിൽ പോയി. ഇന്ന് ഞങ്ങളുടെ ബാച്ചിന്റെ പാസിംഗ് ഔട്ടായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. ഇത്ര ഫോർമലാണോ? ഫിഫി, മനസ്സ് തന്നെ സ്നേഹിക്കാൻ പറയുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഇത്രയും കാലം മരിച്ചുപോയ അച്ഛനെ അമ്മയെ മനസ്സിൽ കൂടിയിരുത്തി ഇല്ലാത്ത ഗ്രഹരമുറ്റത്ത് എനിക്കറിയാൻ പാടില്ലാത്ത ആട്ടിക്കോലം വരയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. ഒന്നും ആയില്ല.
കോലം മാഞ്ഞുപോയി. അഗ്രാരട്ടിലായി. അല്പം വിളിച്ചു നിന്നൂടെ? ഐ ലവ് യു ഫിഫി. നമുക്കൊരുമിച്ച് ജീവിക്കണം. ഞാൻ പോട്ടെ. ഫിഫി, എന്നെ സ്നേഹിക്കാൻ എനിക്ക് എന്റെ അച്ചായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവിന് പോലും എന്നോട് സഹതാപമേ ഉള്ളൂ, സ്നേഹമില്ല. എന്നെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല. ദയവേത് ഇനി ഈ കാര്യം എന്നോട് പറയരുത്. അണ്ണന് മലപ്പുറത്ത് പോസ്റ്റിംഗ് ആയി. ഫിഫി, പണ്ട് നീ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞാൻ ഈ വീട്ടിലേക്ക് വന്ന നീ എന്റെ അണ്ണനെ നോക്കിക്കൊള്ളാമെന്ന്. അണ്ണന് നിന്നെ ഇഷ്ടാ. ജീവിതം മുഴുവൻ എനിക്ക് വേണ്ടി ജീവിച്ച അണ്ണന് വേദന മാത്രമേ ഇന്നുവരെ എനിക്ക് കൊടുക്കാൻ സാധിച്ചുള്ളൂ. എന്റെ അണ്ണന് ഒരു ജീവിതം കൊടുത്തൂടെ? എനിക്ക് വേണ്ടി. ഇതൊന്നും ഇതീ കൊള്ളൂലളിയാ. എപ്പോഴാ നിന്റെ ട്രെയിൻ? എന്താ ദേവേട്ടാ? നിന്റെ ട്രെയിൻ എപ്പോഴാണ്? 10:15. പ്രവേശം കഴിഞ്ഞാ എന്നെ ഇവിടെ തന്നെ പോസ്റ്റ് ചെയ്യുന്ന തോന്നുന്നത്. അതുവരെ ദേവേട്ടൻ ദേവേട്ടൻ ഇവിടം വിട്ട് എങ്ങും പോകുന്നില്ലടാ. ഞാൻ ഈ വീടിന്റെ ഒരു ഭാഗമായില്ലേ. സതു, ഇതും കൂടി ബാഗിൽ വെച്ചേ. പോലീസ് സ്റ്റേഷൻ പൂജാമുറിയാക്കാൻ പോവാ. അമ്മ, ദേവേട്ടാ, ഞാനിത് വേണിക്കൊണ്ട് കൊടുത്തിട്ട് വരാം. സതു, ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചേക്കണേ. ഓക്കെ അളിയാ, നിന്റെ ഡ്രസ്സ് മാത്രമല്ല ശാപ്പാട് വരെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കാം. SI ആയിട്ട് ഇവിടെ ചാർജ് എടുക്കുമ്പോ എന്നെ തട്ടി അകത്ത് കയറ്റി പെരുമാറിക്കളയരുത്. ഇനി പിന്നെ വേറൊരു കാര്യം. പോയി പോയോ? എങ്കിൽ പിന്നെ പാക്ക് ചെയ്യാം അല്ലേ? അണ്ണാ, നമ്മുടെ അമ്മയെ നിന്നെ ഏൽപ്പിക്കുക. നിന്റെ കൂട്ടിന്. അണ്ണൻ ഇറങ്ങുമ്പോ എനിക്ക് ശകുനം വരാൻ പറ്റില്ലല്ലോ. ഞാൻ വിധവയല്ലേ? വേണി, അങ്ങനെ പറയരുത്. ഈ അണ്ണന്റെ മനസ്സിൽ എന്നും മംഗല്യോടെയാണ്. മനസ്സിൽ നിന്നെ ശകനം കണ്ട് ഞാൻ അറിയിക്കോളാം. പോട്ടെ ഫിഫി. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഞാനിന്ന് മലപ്പുറത്തേക്ക് പോവാണ്. ഓൾ ദി ബെസ്റ്റ് മൈ ബോയ്. താങ്ക് യു. യു വിൽ കം ഔട്ട് സക്സസ്ഫുൾ. അയ്യേ, എന്താ ഇത്? ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അങ്കിൾ എന്നെ അനുഗ്രഹിക്കണം. മൈ പ്രേയേഴ്സ് ആർ വിത്ത് യു മൈ.
ടിറ്റോ ഉറക്കം നടിക്കുക അല്ലേ? ഞാൻ പോവാളിയ. പോയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അല്ലാതെ എവിടെ പോവാനാ? ഒരു ഓൾ ദ ബെസ്റ്റെങ്കിലും പറയാളിയ. പോട്ടെ. ഫിഫി, അമ്മ. ശ്രുതിയാണു ഞാൻ എന്നിലയമാണു നീ